ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സോ എന്താണ് ഈ ബാങ്ക് റീകൺസിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതായത് ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് ഉറപ്പായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പാസ്ബുക്ക് ഉണ്ടാവും. എന്താണ് ഈ പാസ്ബുക്ക്? ഈ ട്രാൻസാക്ഷനൊക്കെ ബാങ്ക് എങ്ങനെ റെക്കോർഡ് ചെയ്തും തരുന്നൊരു പ്രൂഫാണെന്ത്? പാസ്ബുക്ക്. മറ്റൊരു പ്രൂഫാണെന്ത്? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എല്ലാ ട്രാൻസാക്ഷനും എന്തായാലും ബാങ്ക് വഴി പോയിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഉറപ്പായിട്ട് റെക്കോർഡ് ചെയ്യും. അതുപോലെ ബാങ്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷന് ഒരു ബിസിനസ്സായി നമ്മളും റെക്കോർഡ് ചെയ്യും. എവിടെ? നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം നമ്മളും ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. എവിടെ? ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. അതുപോലെ ബാങ്കും റെക്കോർഡ് ചെയ്യും. നമ്മുടെ പേരിലുള്ള അക്കൗണ്ടിൽ ബാങ്ക് റെക്കോർഡാവും. ഓക്കെ, ഒരു പീരീഡ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്യും. നമ്മുടെ കയ്യിരിക്കുന്ന ക്യാഷ് ബുക്കും ബാലൻസും നോക്കും, പാസ്ബുക്കിലെ ബാലൻസും നോക്കും. ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും നോക്കും. അന്നേരം നോക്കുന്ന ടൈമിൽ ഉറപ്പായിട്ട് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് കാണും. അപ്പോൾ ആ ഡിഫറൻസ് എങ്ങനെ അത് റീകൺസിലേഷൻ ചെയ്യാം എന്ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസും ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിൻ്റെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും നോക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, കുറച്ച് ടൈമിംഗ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അന്നേരം ഇത് എന്തുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നത്, ഇത് എങ്ങനെ റീകൺസിലേഷൻ ചെയ്യാം എന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണ്? നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ബാങ്കും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പിന്നെ എങ്ങനെ ഡിഫറൻസ് വരാം എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളൂടെ ഇത് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. അതുപോലെ നമ്മുടെ പേരിലുള്ള ബാങ്കിൽ അക്കൗണ്ട്, കസ്റ്റമർ അക്കൗണ്ട്. ഓക്കെ, അത് ബാങ്ക് പ്രിപ്പയർ ചെയ്യണത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഈ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം, ബാങ്ക് എന്ത് റെക്കോർഡ് ചെയ്യും? നമ്മുടെ കസ്റ്റമർ അക്കൗണ്ട് ബാങ്ക് റെക്കോർഡ് ചെയ്യും. ഇതെങ്ങനെ റെക്കോർഡ് ആവും നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ ബാങ്കിൽ ക്യാഷ് ഇട്ടു, ഒരു 6000 രൂപ ക്യാഷ് ഇട്ടു. അപ്പോൾ ടു ക്യാഷ്, അപ്പോൾ നമ്മൾ എന്ത് ക്യാഷ്, അപ്പം ബാങ്കിൽ കൂടുമല്ലേ, ബാങ്കിൽ ക്യാഷ് വന്നു, അപ്പോൾ ബാങ്ക് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. 6000 ഡെബിറ്റ് ചെയ്തു. ഇത് ബാങ്ക് അക്കൗണ്ടിൽ റെക്കോർഡ് ആവത്തില്ലേ? ബാങ്ക് റെക്കോർഡ് ചെയ്യത്തില്ലേ? ബാങ്ക് ഈ സൈഡ് റെക്കോർഡ് ചെയ്യും. ആലോചിച്ച് നോക്ക്. ഇവിടെ ഡെബിറ്റ് സൈഡ് ആണ്ട് അവിടെ ക്രെഡിറ്റ് സൈഡ്, അങ്ങനെ പറയരുത്. നമ്മൾ പൈസ കൊണ്ടിട്ടാൽ അത് ബാങ്കിന് ലൈബിലിറ്റി അല്ലേ? ഡെപ്പോസിറ്റ് പോലെയല്ലേ, ബാങ്കിന് ലൈബിലിറ്റിയാണ്. ബാങ്ക് അവിടെ റെക്കോർഡ് ചെയ്യും, ബാങ്ക് അത് ക്രെഡിറ്റ് റെക്കോർഡ് ചെയ്യും അല്ലേ? ബൈ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയാണ്? 6000 രൂപ ബാങ്ക് റെക്കോർഡ് ചെയ്യും. ക്ലിയർ? ബാങ്ക് അത് ക്രെഡിറ്റ് റെക്കോർഡ് ചെയ്യുന്നു. ഇനി ഒരു കസ്റ്റമർ, ഇനി തരാനുള്ള കസ്റ്റമർ എന്ത് ചെയ്തു? പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, ഡെപ്റ്റേഴ്സ്, എനിക്ക് തരാനുള്ള ക്യാഷ് ബാങ്കിൽ റെക്കോർഡ് ചെയ്തു. ബാങ്കിൽ പൈസ ഇട്ടു. അപ്പോൾ ബാങ്കിൽ പൈസ കൂടൂലേ? ബാങ്കിൽ കൂടി. നമ്മൾ പൈസ ബാങ്ക് ക്യാഷ് വന്നിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ബാങ്ക് കൂടി നമ്മൾ ഡെബിറ്റ് ചെയ്യും, കുറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. നമ്മൾ ചെയ്യും. പക്ഷേ ബാങ്ക് അത് ഓപ്പോസിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അതായത് കസ്റ്റമർ ബാങ്കിൽ പൈസ തന്നു, അപ്പോൾ ആലോചിച്ച് നോക്കുക. പൈസ അപ്പോൾ ബാങ്കിൽ കൂടി. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഞാൻ 4000 റുപ്പീസ് ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അതുപോലെ പൈസ ബാങ്കിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? അത് ക്രെഡിറ്റ് ചെയ്യും. എത്ര രൂപയാണ്? 4000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇനി ബാങ്ക് എനിക്ക് ഇൻട്രസ്റ്റ് തരും. ബാങ്ക് ഈ കിടക്കുന്ന എമൗണ്ടിന് ബാങ്ക് എനിക്ക് ഇൻട്രസ്റ്റ് വന്നു. ബാങ്ക് ഇൻട്രസ്റ്റ് തരുമ്പം എന്ത് സംഭവിക്കും? ആലോചിച്ച് നോക്കി. ബാങ്ക് എനിക്ക് ഇൻട്രസ്റ്റ് വന്നു, അപ്പോൾ നമ്മുടെ വ്യൂ പോയിന്റ് ചിന്തിച്ച് നോക്ക്. നമ്മൾ ബാങ്കിൽ കൂടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ടു ഇൻട്രസ്റ്റ്, ബാങ്ക് എനിക്ക് ഇൻട്രസ്റ്റ് തന്നു. ഒരു 500 രൂപ ബാങ്ക് എനിക്ക് ഇൻട്രസ്റ്റ് തന്നു. അപ്പോൾ ഇനി ബാങ്കിൽ അത് ഡെബിറ്റ് ചെയ്യുമോ ക്രെഡിറ്റ് ചെയ്യുമോ? ബാങ്ക് എനിക്ക് ഇൻട്രസ്റ്റ് അല്ലേ, അപ്പോൾ ബാങ്കിൽ കൂടുമല്ലേ, അപ്പോൾ ബാങ്കിന് അത് ലൈബിലിറ്റി പോലെയല്ലേ. അപ്പോൾ എന്ത്? ഇൻട്രസ്റ്റ് 500. ക്ലിയർ? ബാങ്ക് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ബാങ്കിൽ ഇപ്പോൾ ഒരു 6000 ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് എന്താ ഡെബിറ്റ് ചെയ്യാത്തത്? എന്താണ് ബാങ്ക് അക്കൗണ്ട് എന്താ ഡെബിറ്റ് ചെയ്യാത്തത്? 6000 രൂപ നമുക്ക് തരാനുള്ള എമൗണ്ട് ആണ്. അതുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്യും? അത് ക്രെഡിറ്റ് ചെയ്യും. ബാങ്ക് ലൈബിലിറ്റി ഉള്ളത് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, കസ്റ്റമർ 4000 രൂപ ഇട്ടു, ബാങ്ക് ഡെപ്പോസിറ്റ്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനകത്ത് പൈസ കൂടിയ ഡെബിറ്റ് ചെയ്യും. പക്ഷേ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് സംഭവിക്കും? അത് ക്രെഡിറ്റ് ചെയ്യും. നമുക്ക് കേട്ടിട്ടില്ലേ ഈ നമ്മളിപ്പം എമൗണ്ട് ഒക്കെ വരുന്ന ടൈമിൽ, ബാങ്ക് വരുന്ന ടൈമിൽ യു ആർ ക്രെഡിറ്റഡ് ടു എമൗണ്ട് എന്ന് വരും. പൈസ പോകുന്ന ടൈമിൽ എന്ത്? ഡെബിറ്റഡ് ടു എമൗണ്ട് എന്ന് വരും. അപ്പോൾ ബാങ്കിൽ ക്യാഷ് കയറുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും, ബാങ്കിൽ നിന്ന് പൈസ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓക്കെ, വിഡ്രോ ചെയ്യുന്ന ടൈമിൽ യു ആർ പൈസ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു വരത്തില്ല, ഡെബിറ്റഡ് എമൗണ്ട്, യു ആർ ഡെബിറ്റഡ് എന്നേ പറയത്തുള്ളൂ. പൈസ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞു വരും അല്ലേ? അപ്പോൾ ആലോചിക്കുക, ബാങ്കിൽ പൈസ കയറിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, പൈസ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇത് ഇത്ര നമ്മൾ ചെയ്തു. നെക്സ്റ്റ് എന്താണ്? ക്രെഡിറ്ററിന് പേയ്മെൻറ്റ് കൊടുത്തു, ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുത്തു. ഞാനൊരു 2000 ക്രെഡിറ്ററിന് പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ക്രെഡിറ്ററിന് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കുറയും. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിൽ എന്ത് ചെയ്യും? പൈസ പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും.
ഓക്കെ, ക്രെഡിറ്റേഴ്സിന് ബൈ ക്രെഡിറ്റേഴ്സിന് എത്ര കൊടുത്തു? ഒരു 2000 റുപ്പീസ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. 2000 റുപ്പീസ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യും? ബാങ്കിൽ പൈസ കയറിയോ? ബാങ്കിൽ പൈസ പോവല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ബാങ്ക് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്യാഷ് പോയിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ട്. എത്രയാണ്? ഒരു 2000 റുപ്പീസ് ക്യാഷ് പോയിട്ടുണ്ട്. ഇനി ഞാൻ ബാങ്ക് വഴി ഇലക്ട്രിസിറ്റി പേയ്മെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ബാങ്കിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡിങ് ചാർജസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇലക്ട്രിസിറ്റി പേയ്മെൻറ്റ് ബാങ്ക് വഴി നടത്തുമ്പോൾ ബാങ്കിൽ പൈസ കുറയും. ബാങ്കിലും അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇലക്ട്രിസിറ്റി പേയ്മെൻറ്റ് കൊടുത്തേ, ഇലക്ട്രിസിറ്റി ചാർജസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്രയാണ് ഇലക്ട്രിസിറ്റി ചാർജസ് വരുന്നത്? ഒരു 1000 ഇരിക്കട്ടെ, 1000. അപ്പം ബാങ്ക് വഴി ഇലക്ട്രിസിറ്റി പേയ്മെൻറ്റ് കൊടുക്കാൻ നേരത്ത് ബാങ്കിൽ കൂടുമോ ബാങ്കിൽ കുറയുമോ? ബാങ്കിൽ കുറഞ്ഞു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യും? പൈസ തരണോ? ബാങ്കിൽ കുറയുമല്ലേ? ബാങ്ക് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ബാങ്കിൽ നിന്ന് പൈസ പോവുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും. ടു ക്യാഷ് എത്രയാണ്? ഒരു 1000 രൂപ ബാങ്കിൽ നിന്ന് പോയി. ഇത്രയും ട്രാൻസാക്ഷനാണ് അവിടെ നടന്നത്. ഇത്ര നടന്നിട്ടുണ്ട്. ഇപ്പോൾ എത്ര ബാലൻസ് വരും? ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ അക്കൗണ്ട് ബാലൻസ് എത്രയുണ്ട്? ടോട്ടൽ എനിക്ക് എത്രയാണ്? ടോട്ടൽ എനിക്ക് എത്ര വന്നിട്ടുണ്ട്? ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 645 അല്ലേ? അപ്പോൾ ടോട്ടൽ എനിക്ക് 10500 വന്നിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ എനിക്ക് എമൗണ്ട് 10500 വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇത്രയും പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ആക്ച്വലി എത്ര വരും? 7500. ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിനകത്ത് ബാങ്ക് അക്കൗണ്ടിൽ എത്ര വരണം? ബാങ്ക് അക്കൗണ്ടിൽ എത്ര ബാലൻസ് വരണം? ബാലൻസ് എമൗണ്ട് എത്രയാണ്? 7500 ബാലൻസ് വരുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് 7500 ഉണ്ട്. ഇനി ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ടോട്ടൽ എത്രയാണ്? സെയിം എമൗണ്ട് തന്നെ, 10500 അല്ലേ? 10500 നിന്ന് 10000 നിന്ന് 3000 പോയി എത്ര വരും? 7500. സോ രണ്ടിലും സെയിം ആണ് അല്ലേ? ബാലൻസ് ക്യാരിഡ് ഓൺ രണ്ടിലും സെയിം ആണ്. ഇത് ഇത്രയും ഓക്കെ അല്ലേ? ആലോചിച്ച് നോക്കുക. ഇവിടെ ഇത്രയും രണ്ടിലും ഞാൻ പ്രിപ്പയർ ചെയ്ത എന്താണ്? ബാങ്ക് കോളത്തിലും ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിലും പാസ്ബുക്ക് ബാലൻസും സെയിം ആണ്. അപ്പോൾ എൻ്റെ ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും സെയിം ആണ്, കാരണം രണ്ടിടത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ റീകൺസിലേഷൻ ആവശ്യമുണ്ടോ? ഞാനൊരു പീരീഡ് ആകുമ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് എന്താണ്? എൻ്റെ ക്യാഷ് ബുക്ക് ബാലൻസും എൻ്റെ പാസ്ബുക്ക് ബാലൻസും സെയിം ആണ്. അപ്പോൾ ഇവിടെ റീകൺസിലേഷൻ്റെ ആവശ്യമുണ്ടോ? ഡിഫറൻസ് വരുന്നില്ലല്ലോ. അപ്പോൾ റീകൺസിലേഷൻ ആവശ്യം ഇല്ല. ഇനി നമുക്കിത് മാറ്റിപ്പിടിക്കാം. ഇതേ സെയിം സിറ്റുവേഷൻ നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചു. നെക്സ്റ്റ് ഈ കേസ് തന്നെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. അതായത് ഞാൻ ഇപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ക്യാഷ് ഞാൻ ഒരു 6 ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 6 ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് കൂടും. ബാങ്ക് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ ബുക്കിൽ ഡെബിറ്റ് ചെയ്യും. ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് ലൈബിലിറ്റി കൂടുകയാണ്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? അത് ക്രെഡിറ്റ് ചെയ്യും. 6000 എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് റെക്കോർഡായിട്ടുണ്ട്. ഇനി ഡെപ്റ്റേഴ്സ് എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കൂടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 4000 രൂപ ഡെബിറ്റ് ചെയ്തു, ബാങ്കിൽ കൂടി. ബാങ്കും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബൈ ക്യാഷ് എത്രയാണ്? 4000 രൂപ അത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ബാങ്ക് എനിക്ക് ഇൻട്രസ്റ്റ് തന്നു. ഒരു 500 രൂപ എനിക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് തന്നു. ഓക്കെ, ഇത് ഞാൻ അറിഞ്ഞത് പോലുമില്ല. അപ്പോഴത്തേക്ക് മെസ്സേജ് വന്നില്ലെന്ന്. ഓക്കെ, അറിഞ്ഞില്ല. ഓക്കെ, അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യൂ. എൻ്റെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു 500 രൂപ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? റെക്കോർഡ് ചെയ്തിട്ടില്ല. ക്ലിയർ? അപ്പോൾ ഈ ഒരു 500 രൂപ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. ശരി, അടുത്തത് ഞാൻ ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് കൊടുത്തു. ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് കൊടുക്കുന്നു. എത്രയാണ്? ഒരു 2000 രൂപ ചെക്ക് എഴുതി കൊടുത്തു. 2000 രൂപ ചെക്ക് എഴുതി കൊടുത്തു, പോയി എടുത്തോളാൻ പറഞ്ഞു. ഓക്കെ, പൈസ കൊടുക്കാറുണ്ടായിരുന്നു, ചെക്ക് എഴുതി കൊടുത്തു. അപ്പം 2000 രൂപ ചെക്ക് എഴുതി കൊടുക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. അപ്പോൾ ഞാൻ എഴുതി കൊടുക്കുമ്പോഴേ ഞാൻ എന്ത് ചെയ്തു? ബാങ്കിൽ നിന്ന് പൈസ പോയി എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തു. പക്ഷേ ഈ കൊടുത്ത എമൗണ്ട്, ഈ 2000 ചെക്കുമായിട്ട് ഇവൻ ബാങ്കിൽ പോയി പ്രസൻറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ.
ആ ഒരു പീരീഡ് വരെ അല്ലെങ്കിൽ ആ ഒരു മാസത്തെ കണക്കാണ് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, ബാങ്കിൽ പോയി പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ബാങ്കിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രമല്ലേ ബാങ്ക് അക്കൗണ്ടിൽ പൈസ പോകത്തുള്ളൂ. ഇപ്പോൾ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ 2000 ഇതുവരെ ഇവിടെ പോയിട്ടില്ല, ബാങ്ക് ചെയ്ത് പോയിട്ടില്ല. അപ്പോൾ 2000 രൂപ ഇതുവരെ ബാങ്കിലോട്ട് ഞാൻ പൈസ കൊടുക്കാനുള്ള ഒരു വ്യക്തിക്ക് ചെക്ക് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു ബാങ്കിൽ പോയി വിഡ്രോ ചെയ്തോളാൻ പറഞ്ഞു. അവൻ ഇതുവരെ ബാങ്കിൽ പോയി പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ബാങ്കിൽ പോയി 2000 പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ ഇത് സംഭവിക്കൂ, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കുറയത്തുള്ളൂ. പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ക്ലിയർ? അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. പൈസ ഇത് ചെക്ക് എഴുതി കൊടുക്കുമ്പോഴേ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ പൈസ പോയി റെക്കോർഡ് ചെയ്യും. പക്ഷേ ബാങ്ക് എപ്പോഴേ റെക്കോർഡ് ചെയ്തുള്ളൂ, അത് പ്രസൻറ്റ് ചെയ്ത് പൈസ പോയാൽ മാത്രമേ ബാങ്ക് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ബാങ്കിൽ പോയിട്ടില്ല. ശരി, ഇനി ഇലക്ട്രിസിറ്റി ബില്ല് പേയ്മെൻറ്റ് കൊടുത്തു. ഓക്കെ, ഇലക്ട്രിസിറ്റി ചാർജസ് കൊടുത്തു 1000 രൂപ. അതെന്തായാലും റെക്കോർഡ് ചെയ്യുമല്ലോ, അത് റെക്കോർഡ് ചെയ്തു. പേയ്മെൻറ്റ് ബാങ്കിൽ നിന്നാണ് പോയത്, അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്തേ പറ്റൂ. എത്രയാണ്? ക്യാഷ് എത്ര പോയിട്ടുണ്ട്? 1000 പോയിട്ടുണ്ട്. ഇത്ര ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇപ്പം ബാലൻസ് എത്രയുണ്ട്? ഇപ്പം എൻ്റെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ഇപ്പോൾ ടോട്ടൽ എത്രയാണ് നമുക്ക് കൂട്ടുമ്പോൾ തന്നെ അറിയാം. ടോട്ടൽ 10000 ഉണ്ട് ഡെബിറ്റ് സൈഡിൽ. ഇപ്പോൾ ടോട്ടൽ 10000 അത് തന്നെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. നമ്മുടെ ഡെബിറ്റ് സൈഡിൽ നിന്ന് ഈ 2 എമൗണ്ട് കുറയ്ക്കും. നമുക്ക് ലെഡ്ജർ ബാലൻസിങ്ങൊക്കെ സാധാരണ ലെഡ്ജർ ബാലൻസ് ചെയ്തപോലെ തന്നെ എത്രയാണ്? 10 കയറിയിട്ടുണ്ട്, അതിൽ നിന്ന് 2000 1000, ഇപ്പോൾ 3000 പോയ എത്ര ബാക്കി എത്ര വരും? ബാലൻസ് 7000 രൂപയാണ് ബാലൻസ്. ഓക്കെ, ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്? 7000 രൂപ. ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ബാങ്കിൻ്റെ ബുക്കിൽ എത്രയാണ് ബാലൻസ്? അതായത് ക്യാഷ് ബുക്ക് എത്ര ബാലൻസ് എത്രയാണ്? ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളേജ് ബാലൻസ് എത്രയാണ്? 7000 രൂപയാണ് ബാലൻസ്. ഇനി പാസ്ബുക്കിലെ ബാലൻസ് നോക്കുക. പാസ്ബുക്കിൽ എത്ര ടോട്ടൽ? 10500 ടോട്ടൽ. ഓക്കെ, ക്യാഷ് ബുക്കിലെ ടോട്ടൽ 10500. 10500 ബാലൻസ് ചെയ്ത് നോക്കിയേ എത്ര കിട്ടും? ബാലൻസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 9500 കിട്ടും. ഇല്ല, ബാലൻസ് എമൗണ്ട് 9500 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ബാലൻസ് നോക്കിയേ. ഞാൻ പ്രിപ്പയർ ചെയ്ത ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ ബാങ്കിൻ്റെ ബാലൻസ് 7000 രൂപയും ബാങ്ക് പ്രിപ്പയർ ചെയ്ത എൻ്റെ അക്കൗണ്ടിൽ എത്രയാണ് ബാലൻസ്? 9500 ബാലൻസ്. അപ്പോൾ 2 ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പം ഇവിടെ ആലോചിച്ച് നോക്കിയാൽ, ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്ത ബാങ്ക് കോളത്തിലും 7500, പാസ്ബുക്ക് കോളത്തിലും 7500. സോ ഡിഫറൻസ് ഇല്ല, അവിടെ റീകൺസിലേഷൻ ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ ക്യാഷ് ബുക്കിൽ എത്രയാണ് ബാലൻസ് വന്നത്? ബാങ്കിൻ്റെ കോളത്തിൽ എത്ര ബാലൻസ് വന്നത്? 7000 വന്നത്. ഓക്കെ, പക്ഷേ ബാങ്കിൻ്റെ ബുക്കിലോ 9500 ബാലൻസ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് റീകൺസിലേഷൻ ചെയ്യണം. ഇങ്ങനെ ഡിഫറൻസ് വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അത് റീകൺസിലേഷൻ ചെയ്ത് നോക്കേണ്ടി വരും. ആ ഡിഫറൻസ് നമ്മൾ എങ്ങനെ ഡിഫറൻസ് വന്നാൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ബാങ്ക് റീകൺസിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെ അത് റീകൺസിലേഷൻ ചെയ്യാം? ഓക്കെ, ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 7000 ഇവിടെ 9500 വന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് റീകൺസിലേഷൻ ചെയ്യണത്? ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ആൻഡ് ഈസി ചാപ്റ്ററാണ്. ഒരു ഫസ്റ്റിൽ ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇത് എങ്ങനെ റീകൺസിലേഷൻ ചെയ്യാം നമുക്ക് നോക്കാം. സോ ഇവിടെ ഡിഫറൻസ് വന്നു, നമ്മൾ പ്രിപ്പയർ ചെയ്ത ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ ഡിഫറൻസ് വന്നു, പാസ്ബുക്കിൻ്റെ ഡിഫറൻസ് വന്നു. ഇത് എങ്ങനെ അത് റീകൺസിലേഷൻ ചെയ്യാം? ഓക്കെ, ഇവിടെ എൻ്റെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് 7000 രൂപയും പാസ്ബുക്കിൻ്റെ ബാലൻസ് 9500. അപ്പോൾ ഇത് എങ്ങനെയാണ് റീകൺസിലേഷൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? അതായത് ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് റീകൺസിലേഷൻ സ്റ്റാർട്ട് ചെയ്യണത് ഇഫ് സ്റ്റാർട്ട് വിത്ത് ഇതിനാണ് ക്യാഷ് ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് ബാലൻസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പാസ്ബുക്കിനെ ഭാഗത്ത് ചിന്തിക്കുക. ക്യാഷ് ബുക്കിൻ്റെ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ പാസ്ബുക്കിനെ ഭാഗത്ത് ചിന്തിക്കുക. നിങ്ങൾ കുറേയൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇവിടെ ഒന്നും വേണ്ട. ഓക്കെ, ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാഷ് ബുക്ക് ബാലൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഓക്കെ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. എൻ്റെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു ആ ട്രാൻസാക്ഷനൊക്കെ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കണം. പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക. ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക. പാസ്ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലോ ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കാം. നമുക്ക് രണ്ടും നോക്കാം. ഇപ്പോൾ ഞാൻ ക്യാഷ് ബുക്ക് ബാലൻസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രയാണ്? 7000. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് സിറ്റുവേഷനും, ഈ രണ്ട്
രണ്ട് സിറ്റുവേഷൻ കാരണമാണ് ഈ രണ്ട് കേസ്, ഈ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുത്തതും ഈ ഇൻട്രസ്റ്റ് കേസ്, ഈ രണ്ട് സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മുടെ ഇത് എന്താണ് ഡിഫറൻസ് വന്നത്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഈ രണ്ട് സിറ്റുവേഷനിലും പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിച്ചാൽ മതി. പാസ്ബുക്കിൻ്റെ ഭാഗത്ത് അപ്പോൾ ഒന്നുമില്ല, ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക. എങ്ങനെ? ഫസ്റ്റ് ഇൻട്രസ്റ്റ് അല്ലേ, ബാങ്ക് എനിക്ക് ഇൻട്രസ്റ്റ് തന്നു. അപ്പോൾ ആലോചിച്ച് നോക്ക്, ബാങ്ക് എനിക്ക് ഇൻട്രസ്റ്റ് തരുമ്പം എൻ്റെ ക്യാഷ് ബുക്ക് കുറഞ്ഞിരിക്കുകയാണ്, പാസ്ബുക്കിൽ കൂടിയിരിക്കുക. എൻ്റെ ക്യാഷ് ബുക്ക് കുറഞ്ഞിരിക്കുകയാണ്, പാസ്ബുക്കിൽ കൂടിയിരിക്കുക. ഞാൻ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കാനല്ലേ പറഞ്ഞത്? പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പാസ്ബുക്കിൽ കൂടിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിനെ ചിന്തിക്കുക, കൂടിയിരിക്കില്ല, കൂട്ടുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആഡ് എന്ത്? ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ഇൻട്രസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് ചെയ്തില്ലേ? ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ക്രെഡിറ്റ് ചെയ്ത്. അപ്പം ഒന്നുമില്ല, ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്ത് പാസ്ബുക്ക് ചിന്തിക്കുക. ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. ഇൻട്രസ്റ്റ് ബാങ്ക് തന്നു, ഇൻട്രസ്റ്റ് ബാങ്ക് തരും, ബാങ്കിൽ കൂടിയിരിക്കുകയാണ്, എൻ്റെ ക്യാഷ് ബുക്ക് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാങ്കിൽ കൂടിയിരിക്കുക, ബാങ്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക, കൂടിയിരിക്കുക, കൂട്ടുക. എത്രയാണ്? 500 രൂപ കൂട്ടുക. ക്ലിയർ? ഇനി അടുത്തെന്താ? ഈ ഒരു സിറ്റുവേഷൻ, ഞാൻ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുത്തു, ഈ 2000 രൂപ പേയ്മെൻറ്റ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. പക്ഷേ ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ലല്ലോ. ബാങ്കിൽ പോയി 2000 രൂപ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ ബാങ്കിൽ നിന്ന് കുറയത്തുള്ളൂ. അപ്പോൾ ആ 2000 രൂപ ബാങ്കിൽ എന്ത് സംഭവിച്ചു കിടക്കുക? 2000 രൂപ ബാങ്കിൽ നിന്ന് പോയിട്ടില്ല, 2000 ബാങ്കിൽ നിന്ന് കുറഞ്ഞിട്ടില്ല, ബാങ്കിൽ 2000 കൂടി തന്നെ കിടക്കുന്നത്. ഞാനിപ്പോൾ 2000 പേയ്മെൻറ്റ് കൊടുത്തു, ചെക്ക് എഴുതി കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാങ്കിൽ പൈസ പോയി എന്ന് പറഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്തു, എൻ്റെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. പക്ഷേ ബാങ്ക് എന്ത് ചെയ്തിട്ടില്ല, ഈ 2000 ഈ ചെക്കുമായിട്ട് ആ ബാങ്കിൽ പോയി പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്കിൽ നിന്ന് 2000 പോയിട്ടില്ല, അപ്പോൾ ബാങ്കിൽ 2000 കുറഞ്ഞിട്ടില്ല, അപ്പോൾ ബാങ്കിൽ 2000 കൂടി തന്നെ കിടക്കുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പാസ്ബുക്കിനെ ഭാഗത്ത് ചിന്തിച്ച് നോക്കി. അപ്പോൾ 2000 കൂടി കിടക്കുമല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പോൾ 2000 എന്ത് ചെയ്യുക? കൂട്ടുക. ആഡ്. അതെങ്ങനെ പറഞ്ഞു വെച്ചാൽ, ചെക്ക് നമ്മൾ കൊടുത്തു അല്ലേ, ചെക്ക് ഇഷ്യൂ ചെയ്തു, ബട്ട് നോട്ട് പ്രസൻറ്റഡ് എന്ന് പറയും. ബട്ട് നോട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പ്രസൻറ്റഡ് എന്ന് പറയും, ബട്ട് നോട്ട് പ്രസൻറ്റഡ്. ചെക്ക് ഞാൻ കൊടുത്തു, അപ്പോൾ ഇതുവരെ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ചെയ്യാത്തത് ബാങ്കിൽ കൂടി കിടക്കുക, എൻ്റെ ക്യാഷ് ബുക്കിൽ കുറഞ്ഞു കിടക്കുക. ഞാൻ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, പാസ്ബുക്കിൽ ഭാഗത്ത് ചിന്തിക്കണം, പാസ്ബുക്കിൽ കൂടി കിടക്കുക. അപ്പോൾ 2000 എന്ത് ചെയ്യണം? കൂട്ടണം. ഇപ്പോൾ ബാലൻസ് എത്ര വരും? ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ബാലൻസ് 7500 കണ്ടോ? ഇപ്പോൾ 9500 എത്തിയില്ലേ? ഇല്ലേ? 9500 എത്തിയില്ലേ നമ്മൾ? ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതെന്താണ്? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. നമ്മൾ പാസ്ബുക്കിലെ ബാലൻസ് എത്തി, ക്യാഷ് ബുക്കിലെ ബാലൻസ് സ്റ്റാർട്ട് ചെയ്താൽ പാസ്ബുക്കിലെ ബാലൻസിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ? ഈ ഇന്നത് ഡിഫറൻസ് കൊണ്ടാണ്, ഇതാണ് റീകൺസിലേഷൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എന്താ പറഞ്ഞത്? ക്യാഷ് ബുക്കിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പാസ്ബുക്കിൽ ഭാഗത്ത് ചിന്തിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലാക്കും? ക്യാഷ് ബുക്കിലാണോ പാസ്ബുക്കിലാണോ ക്വസ്റ്റ്യൻ പറയും. അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ബുക്കിലെ ബാലൻസ് മാത്രം തരും, അപ്പോൾ എന്ത് ചെയ്യുക? ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുക. പാസ്ബുക്കിലെ ബാലൻസ് മാത്രം ഉള്ളെങ്കിൽ എന്ത് ചെയ്യുക? പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടും ഉണ്ടെങ്കിലോ ഇഷ്ടമുള്ളത് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നെക്സ്റ്റ്, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇത് പാസ്ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലോ നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് എഴുതേണ്ടി വരും? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. എത്രയാണ്? പാസ്ബുക്കിൻ്റെ ബാലൻസ് 9500 അല്ലേ? എന്നാണ്ടേ. അപ്പോൾ ആലോചിച്ച് നോക്ക്, പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്തു, പാസ്ബുക്കിലാണ് സ്റ്റാർട്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ രണ്ട് ട്രാൻസാക്ഷനും ആരുടെ ഭാഗത്ത് ചിന്തിക്കണം? ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കണം. ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ഫസ്റ്റ് ഇൻട്രസ്റ്റ്. ആലോചിച്ച് നോക്ക്, ബാങ്ക് എനിക്ക് ഇൻട്രസ്റ്റ് തന്നു. അപ്പോൾ ബാങ്കിൽ കൂടി കിടക്കുക, ഞാൻ എൻ്റെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ക്യാഷ് ബുക്കിൽ കുറഞ്ഞ് കിടക്കുമല്ലേ? അപ്പോൾ നമ്മൾ പാസ്ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ക്യാഷ് ബുക്ക് ചിന്തിക്കണം. അപ്പോൾ അത് കുറയ്ക്കേണ്ടി വരും. ലെസ് എന്ത്? ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് അല്ലേ? എത്രയാണ്? ബാങ്കിൽ ഇൻട്രസ്റ്റ് വന്നു, അപ്പോൾ ബാങ്കിൽ കൂടി കിടക്കുവാണ്, എൻ്റെ കയ്യിരിക്കുന്ന ക്യാഷ് ബുക്ക് കുറഞ്ഞ് കിടക്കുക. ഞാൻ പാസ്ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ക്യാഷ് ബുക്ക് ചിന്തിക്കുമ്പോൾ കുറഞ്ഞ് കിടക്കുക. അപ്പോൾ 500 രൂപ കുറയ്ക്കേണ്ടി വരും. 500 രൂപ കുറയ്ക്കുന്നു. അടുത്തത് നോക്കിയേ, ഈ 2000 രൂപ ചെക്ക് 2000 എഴുതി കൊടുത്തു, അവൻ്റെ ഒരു ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാത്തതുകൊണ്ട് ബാങ്കിൽ കൂടി കിടക്കുമല്ലേ? എൻ്റെ ക്യാഷ് ബുക്ക് കുറഞ്ഞ് കിടക്കുമല്ലേ? ബാങ്കിൽ കൂടി കിടക്കുക, ക്യാഷ് ബുക്ക് കുറഞ്ഞ് കിടക്കുക. നമ്മൾ ആരെ ഭാഗത്ത് ചിന്തിക്കേണ്ടത്? പാസ്ബുക്കിലായ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ട് ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കണം. ക്യാഷ് ബുക്കിൽ കുറഞ്ഞ് കിടക്കുക, അതുകൊണ്ട് എന്ത് ചെയ്യണം? 2000 കുറയ്ക്കണം. എവിടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. എന്താണ്? ചെക്ക് അത് തന്നെ, ചെക്ക് ഡെപ്പോസിറ്റഡ്, ചെക്ക്
ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് എന്ത് പ്രസൻറ്റ്. ബട്ട് നോട്ട് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, പ്രസൻറ്റ് ചെയ്തിട്ടില്ല. എത്രയുള്ള ചെക്ക്? 2000 ചെക്ക്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നിന്ന് സംഭവിച്ചു, ഇവിടെ നിന്നാണ് സംഭവിച്ചത്. എത്ര കുറച്ചാൽ പോരെ? ഈ 9500 നിന്ന് ഈ 500 കുറയ്ക്കുക, 2000 കുറയ്ക്കുക, അപ്പോൾ എത്ര കിട്ടും? 7000 കിട്ടും. ഇതെന്താണ്? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇപ്പം ക്ലിയർ ആയല്ലേ? ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക. പാസ്ബുക്ക് കൂടി കിടക്കുവാണെങ്കിൽ കൂട്ടുക, കുറഞ്ഞ് കിടക്കുവാണെങ്കിൽ കുറയ്ക്കുക. സോ നോർമൽ. ഇനി പാസ്ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക. ഈ ഒരു ഐഡിയ മനസ്സിൽ വെക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോണത്. അപ്പോൾ ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്താൽ പാസ്ബുക്കിന് ഭാഗത്ത് ചിന്തിക്കുക, പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്താൽ ക്യാഷ് ബുക്കിന് ഭാഗത്ത് ചിന്തിക്കുക. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയുകയാണ്. അപ്പം ക്വസ്റ്റ്യൻ പറയാണ് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇത്? ഫേവറബിൾ ബാലൻസ്. ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇറ്റ്സ് എ ഫേവറബിൾ ബാലൻസ്. ഓക്കെ, ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ഫേവറബിൾ ബാലൻസ്. ക്ലിയർ? എങ്കിൽ ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിലോ? ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്താണ്? അൺഫേവറബിൾ ബാലൻസ് ആണ്. അൺഫേവറബിൾ ആണ്. ലൈക്ക് എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്ത്? ഫേവറബിൾ ബാലൻസ്. എന്താണ്? ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്താണ്? ഓവർ ഡ്രാഫ്റ്റ്. ഇപ്പോൾ പാസ്ബുക്കിലും എമൗണ്ട് ലൈബിലിറ്റി കിടക്കുകയാണ്. നെക്സ്റ്റ്, ഇനി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫേവറബിൾ ബാലൻസ് ആണെങ്കിൽ എന്ത് ബാലൻസ് ആണോ? ഇപ്പോൾ ഇത് ക്യാഷ് ബുക്ക്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്ക് ഡെബിറ്റ് ആണെങ്കിൽ പാസ്ബുക്കിലെ ബാലൻസ് ഫേവർ ആണെങ്കിൽ എന്ത് ബാലൻസ് ആയിരിക്കണം? ആലോചിച്ച് നോക്കിയേ. ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കണം. ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ എന്ത്? പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്താണ്? ഫേവറബിൾ ബാലൻസ് ആണ്. ഓക്കെ, ഇനി പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിലോ? അൺഫേവറബിൾ ബാലൻസ് ആണ്, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പറഞ്ഞാൽ ക്യാഷ് ബുക്ക് ഫേവറബിൾ ബാലൻസ് ആണ്. അത് ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഫേവർ ആണ്, ലൈക്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ആ ഓവർ ഡ്രാഫ്റ്റിൻ്റെ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ ചിന്തിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഫേവറബിൾ ബാലൻസ് ആണ്. ഇനി പാസ്ബുക്കിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഫേവർ ആണ്, കാരണം പാസ്ബുക്ക് ക്രെഡിറ്റ് ആണെങ്കിൽ ഫേവർ ആണ്. ഓക്കെ. ഇനി അത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്താണ്? ഓവർ ഡ്രാഫ്റ്റ്, ലൈബിലിറ്റി ആയിട്ട് മാറി. പാസ്ബുക്കിലെ ബാലൻസ് ലൈബിലിറ്റി ആയിട്ട് മാറി. ഇതൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ക്വസ്റ്റിന് ചിലപ്പം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയൂല, എന്ത് പറയും? ഡെബിറ്റ് ബാലൻസ് ആസ് പെർ. അപ്പോൾ ഡെബിറ്റ് ബാലൻസ്, ഇപ്പോൾ ക്യാഷ് ബുക്ക് ഡെബിറ്റ്, അപ്പോൾ ഫേവറാണ്. ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ആണ്, അൺഫേവർ ആണ്. പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഫേവർ ആണ്. പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, അൺഫേവർ ആണ്, ലൈക്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്താൽ പാസ്ബുക്കിന് ഭാഗത്ത് ചിന്തിക്കുക, പാസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്താൽ ക്യാഷ് ബുക്കിന് ഭാഗത്ത് ചിന്തിക്കുക. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ എങ്ങനെ ചിന്തിക്കണം? ഓപ്പോസിറ്റ് ചിന്തിക്കേണ്ടി വരും. അതെങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും വെച്ചുകൊണ്ട്, അപ്പോൾ ഇത്ര നമ്മൾ പറഞ്ഞത് ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്താൽ പാസ്ബുക്കിന് ഭാഗത്ത് ചിന്തിക്കുക. അപ്പോൾ ആ ട്രാൻസാക്ഷൻ ഫുള്ള് പാസ്ബുക്കിൻ്റെ ഭാഗത്ത് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഡിഫറൻസ് വരുന്നത്, അത് നമുക്ക് നോക്കിയിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഏതൊക്കെ സിറ്റുവേഷൻ, നോർമൽ സിറ്റുവേഷൻ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചില ട്രാൻസാക്ഷനൊക്കെ നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും, കുറച്ച് വേറെ ഡേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ക്യാഷ് ബുക്കിന് എന്ത് സംഭവിക്കും, പാസ്ബുക്കിന് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ, ചെക്ക് ഇഷ്യൂ ചെയ്തു, ചെക്കിനെ ഒരാൾക്ക് കൊടുത്തു, അവൻ ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ആലോചിച്ച് നോക്ക്, അപ്പോൾ ബാങ്കിൽ ഇതുവരെ ഞാൻ ചെക്ക് ഒരുത്തിന് കൊടുത്തു, അപ്പോൾ കൊടുക്കുന്ന ടൈമിൽ തന്നെ എൻ്റെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ ഞാൻ എന്ത് ചെയ്യും? പൈസ ബാങ്കിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് കുറച്ച് വെക്കും. പക്ഷെ ബാങ്കിൽ റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് സംഭവം ബാങ്കിൽ കൂടി കിടക്കൂലേ? ഈ ഒരു സിറ്റുവേഷനിൽ ബാങ്കിൽ കൂടി കിടക്കും. അപ്പോൾ എന്ത് ചെയ്യുക? കൂട്ടുക. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. അതായത് ചെക്കിനെ ഒരുത്തിന് കൊടുത്തു, അവൻ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്കിൽ ഇതുവരെ പൈസ കുറഞ്ഞിട്ടേ ഇല്ല, അപ്പോൾ ബാങ്കിൽ കൂടി കിടക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ബുക്കിൽ കുറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ക്യാഷ് ബുക്കിൽ കുറഞ്ഞ് കിടക്കും, പാസ്ബുക്കിൽ കൂടി കിടക്കും. ഇങ്ങനെ കാണാൻ പഠിക്കരുത്, മനസ്സിലാക്കുക.
ഇൻട്രസ്റ്റ് ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഡിവിഡൻറ്റ് ബാങ്ക് കളക്ട് ചെയ്ത്, നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റിന് വേണ്ടി ബാങ്ക് കളക്ട് ചെയ്ത് ആൻഡ് ക്രെഡിറ്റഡ്, ഈ ഒരു ലൈൻ കിട്ടിയാൽ മതി. ബാങ്ക് ക്രെഡിറ്റ് ചെയ്യാൻ വെച്ചാൽ എന്താണ്, ബാങ്കിൽ കൂടുമല്ലേ. ബാങ്ക് ഇൻട്രസ്റ്റും ഡിവിഡൻ്റൊക്കെ ബാങ്കിൽ കിട്ടി, ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു, അപ്പോൾ ബാങ്കിൽ കൂടി കിടക്കുമല്ലേ, ബാങ്കിൽ കൂടി കിടക്കുമല്ലേ. ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സംഭവിക്കും, ക്യാഷ് ബുക്കിൽ കുറഞ്ഞെടുക്കുമായിരിക്കും, ക്യാഷ് ബുക്കിൽ കുറഞ്ഞെടുക്കുമായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ക്യാഷ് ബിൽ കുറഞ്ഞെടുക്കുമായിരിക്കും. അടുത്തത് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ കസ്റ്റമർ നമുക്ക് ക്യാഷ് തരാനുള്ള കസ്റ്റമർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട്, ബാങ്ക് അക്കൗണ്ട് അപ്പോൾ ആലോചിക്കുക, ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇടുമ്പോൾ പാസ്ബുക്കിൽ കൂടും ഇല്ലേ, ബാങ്കിൽ കൂടും ഇല്ലേ, ബാങ്കിൽ കൂടും. അതിന് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കും, ക്യാഷ് ബുക്ക് കുറഞ്ഞു കിടക്കുമായിരിക്കും അല്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ 3 സിറ്റുവേഷൻ മനസ്സിൽ. ചെക്ക് ഞാൻ ബാങ്കിൽ കൊടുത്തു, ഒരുത്തിന് കൊടുത്തു, അവ ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടേ ഇല്ല, പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്കിൽ സംഭവിച്ചാൽ കൂടി കിടക്കുക, അപ്പോൾ ക്യാഷ് ബിൽ കുറഞ്ഞു കിടക്കുക. ഇൻട്രസ്റ്റ് വേണ്ടി ബാങ്ക് കളക്ട് ചെയ്ത്, ഉറപ്പായിട്ട് ബാങ്കിൽ കൂടും, നമ്മൾ ക്യാഷ് ബുക്കിൽ അതിന് ഇൻഫർമേഷൻ കിട്ടില്ലെങ്കിൽ സംഭവിക്കും, കുറഞ്ഞു കിടക്കും, റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ കുറഞ്ഞു കിടക്കും. ഇനി നമുക്ക് തരാനുള്ള കാശ് കസ്റ്റമർ എവിടെ ഇട്ടു, ബാങ്കിലിട്ടു, അപ്പോൾ ബാങ്കിൽ കൂടി കിടക്കുമായിരിക്കും, ക്യാഷ് ബുക്ക് നോർമൽ സിറ്റുവേഷനാണ്, ഇതൊക്കെ നാച്ചുറൽ നടക്കുന്നതാണ്. നമ്മൾ ഇത് ഈ ചാപ്റ്റർ പഠിക്കുന്ന തന്നെ അവിടെയും ഇവിടെ റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ, ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ റീകൺസിലേഷൻ ആവശ്യം വരത്തില്ലല്ലോ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ടൈമിംഗ് ഡിഫറൻസ് വരും, നമ്മൾ റെക്കോർഡ് ചെയ്യാതെ വിട്ടുപോകും, മനസ്സിലാണ്ട്, ഈ വേറൊരു ഡേറ്റിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ സിറ്റുവേഷനാണ് പറയണത്. ഇനി ബാങ്ക് ചാർജ് കേൾക്കുമ്പോഴേ ബാങ്ക് തരുന്ന സർവീസിന് ബാങ്ക് പൈസ പിടിക്കും, അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഡെബിറ്റഡ് ബൈ ബാങ്ക് ഡെബിറ്റ് ചെയ്യാൻ വെച്ചാൽ സംഭവിക്കും, ബാങ്കിൽ കുറയും. നമ്മുടെ ആ ഇൻഫർമേഷൻ നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല, അപ്പം നമ്മുടെ കയ്യിരിക്കുന്ന ക്യാഷ് ബുക്ക് ഒന്നും സംഭവിക്കുന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് സംഭവിക്കും, ബാങ്കിൽ കൂടി കിടക്കുമായിരിക്കും. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ്, ഒരുപാട് പൈസ പിൻവലിച്ചതിന് ബാങ്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്ന് ഉറപ്പായിട്ടും സംഭവിക്കും, ബാങ്കിൽ കുറയും. അപ്പോൾ ക്യാഷ് ബുക്കിലോ, കരുതിയത് ക്യാഷ് ബുക്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വരുന്നുണ്ടോ, റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല, അപ്പോൾ അവിടെ കൂടി കിടക്കും. ഓക്കെ, അടുത്തത് ഒന്നുകൂടി പറയാം, ബാങ്ക് ചാർജ്, നമുക്ക് തരുന്ന സർവീസിന് ബാങ്ക് പൈസ പിടിക്കും, ബാങ്കിൽ കുറയും, നമുക്ക് നമ്മൾ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലോ അതിന് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിലോ ബാങ്ക് ക്യാഷ് ബുക്കിൽ കൂടി കിടക്കും. ദെൻ ഒരുപാട് പൈസ പിൻവലിച്ചതിന് ഓവർ ഡ്രാഫ്റ്റിന് ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ബാങ്കിൽ ഉറപ്പായിട്ടും കുറയും. നമ്മുടെ കയ്യിൽ ക്യാഷ് ബുക്കിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി തന്നെ കിടക്കും. അടുത്ത ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്കിൽ, ഇവിടെ നമുക്ക് ചെക്ക് കിട്ടി, അത് ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അത് എന്ത് ചെയ്തിട്ടില്ല, അത് കളക്റ്റഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ചെക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ബാങ്ക് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും സംഭവിക്കും, ബാങ്കിൽ പൈസ കയറും. അത് ചെക്ക് കളക്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടില്ല, അപ്പോൾ ബാങ്കിൽ കുറയും അല്ലേ. നെക്സ്റ്റ്, അപ്പോൾ ആലോചിച്ച് നോക്കി, അപ്പോൾ അതുകൂടെ കുറയും. ചെക്ക് കിട്ടുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യും, പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യും, ഇല്ല ബാങ്കിൽ പൈസ വന്നു റെക്കോർഡ് ചെയ്യും. ചെക്ക് കിട്ടുമ്പോൾ ആ കിട്ടിയ ചെക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും, ബാങ്ക് കളക്ട് ചെയ്തിട്ടില്ല, ബാങ്ക് ക്ലിയർ ചെയ്തിട്ടില്ല, അപ്പോൾ ബാങ്കിൽ കുറഞ്ഞു കിടക്കും. ആലോചിക്കും. അടുത്ത ചെക്ക് ഡിസോണ്ടർ എന്ന കേസ് വരുമ്പോഴത്തേക്കും സംഭവിക്കും, ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ആ ചെക്ക് ഡിസോണ്ടർ ആയിപ്പോയി, ചെക്ക് മടങ്ങിപ്പോയി, അപ്പോൾ സംഭവിക്കും ചെക്ക് ഡിസോണ്ടർ ആകുമ്പോൾ ബാങ്കിൽ കുറയും, ചെക്ക് ഡിസോണ്ടർ ആകുമ്പോൾ ബാങ്ക് കുറയും. പിന്നെന്താ, ഇപ്പോൾ ചെക്ക് ഡിസോ ബാങ്കിൽ കുറയും, ബാങ്ക് എന്തായാലും കുറയും. അപ്പോൾ അങ്ങനെ കയ്യിൽ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ല, ആ ഇൻഫർമേഷൻ കിട്ടില്ല, നമ്മൾ സംഭവിക്കും, കയ്യിൽ ക്യാഷ് ബുക്കിൽ കൂടി തന്നെ കിടക്കും. ചെക്ക് ഡിസോണ്ടർ ബാങ്കിൽ കുറഞ്ഞു, ബാങ്ക് കുറഞ്ഞു. ഓക്കെ, നമ്മൾ ക്യാഷ് ബുക്ക് റെക്കോർഡ് ഇല്ലെങ്കിൽ ക്യാഷ് ബുക്ക് കൂടി തന്നെ കിടക്കുക. ഓക്കെ, അങ്ങനെ റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ എന്ത്, ഇവിടെ റീകൺസിലേഷൻ ആവശ്യം വരുന്നില്ലല്ലോ, റെക്കോർഡ് ചെയ്ത സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് ഒക്കെ ബാങ്ക് വഴി പോയി, നമ്മൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഇന്ന ഡേറ്റ് ആകുമ്പോൾ കൃത്യമായിട്ട് പേയ്മെൻറ്റ് പോകുമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കും. അപ്പം ആ ഡേറ്റിൽ ബാങ്കിൽ നിന്ന് പൈസ പോകുമ്പോൾ ഉറപ്പായിട്ട് ബാങ്കിൽ കുറയും. ഓക്കെ, അത് നമ്മൾ കയ്യിൽ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ക്യാഷ് ബുക്ക് കൂടിക്കിടക്കും. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻ മനസ്സിലായല്ലോ, ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇത് കാണാൻ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലായി. ഇപ്പോൾ ചെക്ക് ഇഷ്യൂ, ഇപ്പോൾ ഇങ്ങനെ ചെക്ക് ഇഷ്യൂഡ് ബട്ടൺ പ്രസൻറ്റ്, അപ്പോൾ ആലോചിച്ച ചെക്ക് നമ്മൾ കൊടുത്തു, ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ബാങ്കിൽ കൂടിക്കിടക്കുകയാണ്, ക്യാഷ് ബുക്കിൽ കുറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ചോദ്യം, ഇത് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ഇപ്പോൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് വിചാരിക്കുക, ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമ്മൾ ആരുടെ ഭാഗത്ത് ചിന്തിക്കണം, പാസ്ബുക്കിൻ്റെ ഭാഗത്ത്. അപ്പോൾ ചെക്ക് ഞാൻ ഇഷ്യൂ ചെയ്തു, ഇതൊരു പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ബാങ്കിൽ കൂടി കിടക്കുക. അപ്പോൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക, കൂടി കിടക്കുമല്ലേ, കൂട്ടുക. ഓക്കെ,
ഇൻട്രസ്റ്റ് കളക്ട് ചെയ്ത് ബാങ്ക് ക്രെഡിറ്റ് ചെയ്ത് ഇപ്പോൾ ബാങ്കിൽ കൂടി കിടക്കുക. നമ്മൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക, പാസ്ബുക്കിൻ്റെ ഭാഗത്ത് കൂടി കിടക്കില്ല കൂട്ടുക, കുറഞ്ഞ കിടക്കുവാണെങ്കിൽ കുറയ്ക്കുക. തിരിച്ച് പാസ്ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക, കൂടി കിടക്കുവാണെങ്കിൽ കൂട്ടുക, കുറഞ്ഞ കിടക്കുവാണെങ്കിൽ കുറയ്ക്കുക. ഈ ഒരു ഐഡിയയിൽ വേണം നമുക്കിത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്ര സിറ്റുവേഷൻ, ഇതിൽ കൂടുതൽ സിറ്റുവേഷൻ വരും. പക്ഷേ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. അവിടെ പാസ്ബുക്കിൽ എന്ത് സംഭവിച്ചു, ക്യാഷ് ബുക്കിൽ എന്ത് സംഭവിച്ചു, കൂടി കിടക്കുവാണോ കുറഞ്ഞു കിടക്കുവാണോ മാത്രം നോക്കിയാൽ മതി. നമുക്ക് നോക്കാം, ഒരു പ്രോബ്ലം ചെയ്ത് തന്നെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ചെക്ക് കൊടുത്തു, അത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ബാങ്ക് കളക്ട് ചെയ്തു, ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു, ബാങ്കിൽ കൂടി. കസ്റ്റമർ ബാങ്കിൽ ഡെപ്പോസിറ്റ്, ബാങ്കിൽ കൂടി. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ക്യാഷ് ബുക്ക് കുറഞ്ഞെടുക്കും. ഇനി ബാങ്ക് ചാർജ്, ഫസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്ത് ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടും. ബാങ്ക് ചാർജ് ഇപ്പോൾ ബാങ്കിൽ കുറഞ്ഞെടുക്കുക, അപ്പോൾ അത് റെക്കോർഡ് ചെയ്തില്ല ക്യാഷ് ബുക്കിൽ കൂടി കിടക്കുമായിരിക്കും. ഒരുപാട് പൈസ പിൻവലിച്ചതിന് ബാങ്ക് ഇൻട്രസ്റ്റ് പിടിച്ചു, അപ്പോൾ ബാങ്കിൽ കുറഞ്ഞെടുക്കുകയാണ്, ക്യാഷ് ബുക്കിൽ കൂടി കിടക്കുകയാണ്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്ക് അത് കളക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ബാങ്കിൽ കുറഞ്ഞെടുക്കുകയാണ്, ക്യാഷ് ബുക്ക് കൂടി കിടക്കുകയാണ്. ചെക്ക് ഡിസോണ്ടർ കേൾക്കുമ്പോൾ ഇത് ബാങ്കിൽ കുറഞ്ഞു. ഓക്കെ, അടുത്ത പേയ്മെൻ്റ് ഒക്കെ ബാങ്ക് വഴി പോയി, ബാങ്കിൽ ഉറപ്പായിട്ട് കുറയും. അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഫോളോയിങ് particulars prepare bank reconciliation statement for the Jindal Offset Limited. ഓക്കെ, അവരുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അതായത് ഇപ്പോഴും ഒരു മന്ത് ആയപ്പോഴത്തേക്ക് അവരുടെ കയ്യിലിരിക്കുന്ന ബാങ്കിൻ്റെ കോളത്തെ റെക്കോർഡ് നോക്കിയപ്പം 2,40,000 ഉണ്ട്. പക്ഷെ പാസ്ബുക്കിൽ എത്രയുണ്ട്, 2,86,950 ഉണ്ട്. അപ്പോൾ ഈ ഡിഫറൻസ് എന്തുകൊണ്ടാണ് അവർക്ക് അറിയണം. സോ അവർ അതിനുവേണ്ടി എന്ത് ചെയ്യും, ബാങ്ക് റീകൺ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഇനി ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ശ്രദ്ധിക്കുക. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കും ഉണ്ട്, ബാലൻസ് ആസ് പെർ പാസ്ബുക്കും ഉണ്ട്. പാസ്ബുക്ക് ബാലൻസ് ഉണ്ട്, ക്യാഷ് ബുക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 2,40,000 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഫൈനൽ ആൻസർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. സംടൈം തരത്തില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് 2,40,000 ലാസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ് നമ്മൾ വായിക്കുമ്പോൾ 6 ഭാഗത്ത് ചിന്തിക്കണം, പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കണം. അതായത് കൂടി കിടക്കുവാണെങ്കിൽ കൂട്ടുക, കുറഞ്ഞു കിടക്കുവാണെങ്കിൽ കുറയ്ക്കുക. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ അത്രയും പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക. അപ്പോൾ ഫസ്റ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലേ, അപ്പോൾ നമ്മളിതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എത്രയാണ്, 2,40,000. ഓക്കെ, 2,40,000 ക്ലിയർ അല്ലേ, 2,40,000. ഇനി ഓരോ സിറ്റുവേഷനിലും ഇവിടെ ആഡ് ലെസ് നമുക്ക് ഒരുമിച്ച് അടിച്ച് പോകാമെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ ഇതുവരെ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചെക്ക് ഞാൻ കൊടുത്തു, പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ചെക്ക് ഞാൻ ഒരുത്തന് കൊടുത്തു, അപ്പോൾ ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഈ 2, 3, 4, 5 ഈ 4 ട്രാൻസാക്ഷനും നമ്മൾ 6 ഭാഗത്ത് ചിന്തിക്കണം, പാസ്ബുക്കിന് ഭാഗത്ത് ചിന്തിക്കണം. ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്താൽ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക. ഫസ്റ്റ് ചെക്ക് ഇഷ്യൂ ചെയ്തു, ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ബാങ്കിൽ ചെക്ക് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചെക്ക് ഇഷ്യൂ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ലേ, ബാങ്കിൽ കൂടി കിടക്കുമല്ലേ. ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്കിൽ കൂടി കിടക്കുക ഇല്ല. അതിൽ നമ്മൾ പഠിച്ചത് ഇതാണ്ടേ, ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ബാങ്കിൽ ഇപ്പോൾ ചെക്ക് ഞാൻ ഒരുത്തന്നെ കൊടുത്തു, അപ്പോൾ ഇതുവരെ ബാങ്കിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്കിൽ ഇപ്പോഴും എമൗണ്ട് കൂടി കിടക്കുക, ക്യാഷ് ബുക്കിൽ കുറഞ്ഞെടുക്കുക. അപ്പോൾ 6 ഭാഗത്ത് ചിന്തിക്കേണ്ട 6 ഭാഗത്താണ്. ചെക്ക് ഞാൻ കൊടുത്തു, ബാങ്കിൽ ഒരു പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അവൻ ബാങ്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ബാങ്കിൽ കൂടി കിടക്കുക. ഓക്കെ, ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, നമ്മൾ ബാങ്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക, പാസ്ബുക്ക് ഭാഗത്ത് ചിന്തിക്കുക. അപ്പോൾ കൂടി കിടക്കുവാണ്. അപ്പോൾ ഈ 1,36,000 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, എത്രയാണ്, 1,36,000. എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ റെക്കോർഡ് ചെയ്യുക. ആഡ് ചെയ്യുക. നെക്സ്റ്റ്, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു ബാങ്കിൽ, ബാങ്ക് ചെക്ക് ക്ലിയർ ചെയ്തിട്ടില്ല.
ബാങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടില്ല, ബാങ്കിൽ കൂടി കിടക്കണം, കുറവ് കിടക്കണം. ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ കൂടും, ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്കിൽ കുറയും. അല്ലേ അതിൽ പഠിച്ചത്, ബാങ്കിൽ കുറയും. എന്നാണ്ട് ഇത് ഷീറ്റ് നോക്കേണ്ട ആവശ്യം, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചെക്ക് കിട്ടി. അപ്പോൾ എൻ്റെ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തു. ആ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ്, ബാങ്ക് അത് ക്ലിയർ ചെയ്തിട്ടില്ല, ബാങ്കിൽ ക്ലിയർ ആയിട്ടില്ല, അപ്പോൾ ബാങ്കിൽ കുറഞ്ഞ് കിടക്കുക. അപ്പോൾ നമ്മൾ ആരെ ഭാഗത്ത് ചിന്തിക്കണ്ടേ? ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്ത പാസ്ബുക്ക് ഭാഗത്ത് ചിന്തിക്കുക. പാസ്ബുക്കിൽ കുറഞ്ഞ് കിടക്കുമല്ലേ. അപ്പോൾ ചെക്ക് ഡെപ്പോസിറ്റ്, ചെക്ക് കളക്ട് ചെയ്തിട്ടില്ല, ബാങ്കിൽ കുറഞ്ഞ് കിടക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറയ്ക്കണം, 90,000 കുറയ്ക്കുക. അപ്പം ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ടില്ല അല്ലേ, ഉണ്ട് ഈ സിറ്റുവേഷൻ. അപ്പോൾ ഇതെന്ത് ചെയ്യണം? കുറയ്ക്കണം. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു ബട്ട് നോട്ട് കളക്ട് ചെയ്യില്ല, ക്ലിയർ ആയിട്ടില്ല. എത്ര രൂപയാണ് എമൗണ്ട്? 90,000. അത് കുറയ്ക്കുക. നെക്സ്റ്റ്, ബാങ്ക് ചാർജ് പറയേണ്ട കാര്യമില്ലല്ലോ. ബാങ്ക് തരുന്ന സർവീസിന് ബാങ്ക് പൈസ പിടിക്കും. അപ്പോൾ ബാങ്കിൽ കുറഞ്ഞു കിടക്കും, ക്യാഷ് ബുക്കിൽ കൂടി കിടക്കും. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്ത പാസ്ബുക്കിൽ ഭാഗം ചിന്തിക്കുക. അപ്പം സംഭവിക്കുക, കുറഞ്ഞു കിടക്കുമല്ലേ, അപ്പോൾ കുറയ്ക്കണം. ബാങ്ക് ചാർജസ്, കുറയ്ക്കുക. 300. അടുത്ത എന്താണ്? ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. അപ്പോൾ ഡൗട്ട്, പൈസ വന്നോ പൈസ പോയോ? അപ്പം ബാങ്ക് ക്രെഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പൈസ കയറി, ബാങ്കിൽ ക്യാഷ് കയറി ഇല്ല, ബാങ്കിൽ കയറി. ബാങ്ക് ഡെബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പൈസ പിടിച്ചു. അപ്പോൾ ഇവിടെ ക്രെഡിറ്റഡ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്, ബാങ്കിൽ പൈസ കിട്ടി. അപ്പം എത്രയാണ്? 1,000 ബാങ്കിൽ കൂടി കിടക്കുവാണ്. അത് നമ്മൾ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്ത് കാണത്തില്ല, അപ്പോൾ ക്യാഷ് ബുക്ക് കുറഞ്ഞ് കിടക്കുവാണ്. നമ്മൾ ആറ് ഭാഗത്ത് ചിന്തിച്ചാൽ മതി. പാസ്ബുക്കിന് ഭാഗത്ത് കൂടി കിടക്കുമല്ലേ, കൂട്ടുക, 1,250 കൂട്ടുക ഇല്ലേ, നമ്മളിവിടെ പറഞ്ഞായിരുന്നു ഇല്ലേ, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ്. ഓക്കെ, അപ്പോൾ കൂട്ടണ്ടേ, ബാങ്കിൽ കൂടി കിടക്കുമല്ലേ, ബാങ്കിൽ വെച്ച് കൂട്ടണ്ടേ. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എത്രയാണ്? 1,250. ഇത്രയും ചെയ്യുമ്പം നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് എത്ര കിട്ടും നോക്കാം. അങ്ങനെ കിട്ടും, ഈ 2,40,000 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1,36,000 ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കുറച്ചാൽ പോരെ. ഏതാണ്? ഈ 90,000 കുറയ്ക്കണം, ഈ 300 കുറച്ചിട്ട് ഇത് നമ്മൾ ആഡ് ചെയ്യണം, 1,250 ആഡ് ചെയ്യണം. ഇത്രയും ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 2,86,950 കിട്ടും. ഉണ്ട്, 2,86,950 കിട്ടുന്നില്ലേ അല്ലേ? അപ്പോൾ അതെന്താണത്? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ദാറ്റ്സ് ഇറ്റ്, 2,86,950. അപ്പോൾ ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്താൽ പാസ്ബുക്കിൽ ഭാഗം ചിന്തിക്കുക, പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ക്യാഷ് ബുക്കിൽ ഭാഗം ചിന്തിക്കുക. ഈ ഒരു ഐഡിയ വേണം നമ്മൾ ചെയ്യാൻ. എല്ലാ പ്രോബ്ലം അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യണത്. ഫസ്റ്റ് അങ്ങനെ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഓക്കെ, അപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിനി പാസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ 31st March 2022 ദ ബാങ്ക് പാസ്ബുക്ക് ഓഫ് നർമ്മദ ഷോഡ് എ ബാലൻസ് 1,50,000. ബാങ്കിലെ പാസ്ബുക്കിൻ്റെ ബാലൻസ് 1,50,000 ഉണ്ട്. അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേവറബിൾ ബാലൻസ് ആണ്, ഫേവറബിൾ ആണ്. നമ്മുടെ കയ്യിരിക്കുന്ന ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് 1,12,050 ആണ്, 1,12,050. അപ്പോൾ ഡിഫറൻസ് ആയാലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എത്രയാണ്? 1,12,050 പാസ്ബുക്കിൻ്റെ ബാലൻസ് 1,50,000 ആണ്. ഓക്കെ, ഈ ടൈമിംഗ് ഇഷ്യൂസ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഡിഫറൻസ് വന്നത്. അപ്പോൾ വേണ്ടേ, ഇപ്പോൾ നോക്കുക. അപ്പോൾ ഇനി ആലോചിച്ച് നോക്കുക, ഇത് ഏതിൽ സ്റ്റാർട്ട് ചെയ്യണം? ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യണോ പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യണം? നമ്മളിപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ, പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ എൻ്റർ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിത് പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ പാസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇവിടെ ഇത് എഴുതണം കേട്ടോ. എന്താ? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ എപ്പോഴാണ് ഡിഫറൻസ് വന്നത്? ആസ് ഓൺ 31st March 2022 അത് എഴുതേണ്ടി വരും. ഓക്കെ, ഇനി ഇവിടെ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് അല്ലേ? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്
പാസ്ബുക്കിൻ്റെ ബാലൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എത്ര പാസ്ബുക്കിൻ്റെ ബാലൻസ് എത്രയാണ്? 1,50,000. ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്തു, രണ്ടും പഠിക്കണമല്ലോ. ഓക്കെ, പാസ്ബുക്കിൻ്റെ ബാലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു 1,50,000. ഇറ്റ്സ് എ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഇറ്റ്സ് എ ഫേവറബിൾ ബാലൻസ് ആണ് 1,50,000. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കും പാസ്ബുക്കും സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലാക്കുക, പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഫേവർ ആണ്, പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അൺഫേവർ ആണ്, അതായത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അടുത്ത് നമുക്ക് ഓരോ ഓവർ ഡ്രാഫ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പം ഇത് മനസ്സിലായല്ലോ. ഇനി ഓരോ ട്രാൻസാക്ഷനും, ഈ ട്രാൻസാക്ഷനെല്ലാം നമ്മൾ ആരുടെ ഭാഗത്ത് ചിന്തിക്കണം? ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കണം. പാസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കണം. ശ്രദ്ധിക്കുക, ചെക്ക് ഇഷ്യൂ ചെയ്ത്, ചെക്ക് ഞാൻ ഇഷ്യൂ ചെയ്തു, ഒരു 80,000 ചെക്ക് ഇഷ്യൂ ചെയ്തു. അപ്പം തന്നെ എൻ്റെ ക്യാഷ് ബുക്ക് എത്ര റെക്കോർഡ് ചെയ്തിട്ടുണ്ട്? ഞാൻ 80,000 രൂപ പോയി എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 80,000 രൂപ പോയി. പക്ഷെ പാസ്ബുക്കിൽ എത്ര പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൂ? 32,000 പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതായത് ഞാനിപ്പോൾ ചെക്ക് ഒരുത്തിന് കൊടുത്തു, എത്ര രൂപ ചെക്ക് കൊടുത്തു? ഞാൻ ഒരു 80,000 ചെക്ക് കൊടുത്തു. ശ്രദ്ധിക്കുക, ഞാൻ ഒരു 80,000 ചെക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ ക്യാഷ് ബുക്ക് CB, ഇത് PB കേട്ടോ, പാസ്ബുക്ക്. ഓക്കെ, 80,000 ചെക്ക് കൊടുക്കുമ്പോൾ 80,000 പോയി എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 80,000 രൂപ പോയി എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അപ്പം 80,000 രൂപ എൻ്റെ ക്യാഷ് ബുക്കിൽ നിന്ന് പോയി. പക്ഷേ പാസ്ബുക്കിൽ അപ്പോൾ എത്ര പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൂ? 32,000 പാസ്ബുക്ക് പ്രസൻറ്റ് പൈസ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 32,000 പ്രസൻറ്റ്. അപ്പോൾ പാസ്ബുക്കിൽ ഇപ്പോഴും എത്ര രൂപ കൂടി കിടക്കുവാണ്? അപ്പോൾ ബാങ്കിൽ നിന്ന് 32,000 രൂപ പോയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ക്യാഷ് ബുക്ക് 80,000 പോയി എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്തേക്കുന്നത്. 80,000 പോയി എന്ന് പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്തേക്കുന്നത്. പക്ഷേ എൻ്റെ പാസ്ബുക്ക് 32,000 പോയിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് ഇപ്പോൾ എത്രയാണ്? 80,000 നിന്ന് 32,000 പോയി എത്ര വരും? അപ്പോൾ 48,000 രൂപ. അപ്പോൾ 48,000 ഡിഫറൻസ് ഉണ്ട് ഇവിടെ. ക്യാഷ് ബുക്കിലും പാസ്ബുക്ക് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഞാൻ പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാഷ് ബുക്ക് ചിന്തിച്ച് നോക്ക്. ക്യാഷ് ബുക്ക് ചിന്തിക്കാൻ നേരത്ത് എൻ്റെ പാസ്ബുക്കിൽ നിന്ന് ആക്ച്വലി ബാങ്കിൽ നിന്ന് 32,000 പോയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ ഞാൻ 80 റെക്കോർഡ് ചെയ്തെങ്കിലോ? 0 ഇല്ലേ? നോ ഡിഫറൻസ്, കുഴപ്പമില്ല. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഞാൻ 32,000 എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുള്ളൂ. എൻ്റെ ക്യാഷ് ബുക്ക് ഇപ്പോൾ ഞാൻ ഒരു ദിവസം ചെക്ക് എഴുതി കൊടുത്തു. ആ ബാങ്കിൽ ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ തന്നെ ചിന്തിക്കും, ഓ എൻ്റെ ബാങ്കിൽ നിന്ന് 80,000 പോയി. പക്ഷേ ബാങ്കിൽ 32,000 പൈസ എടുത്തിട്ടുള്ളൂ. ബാങ്കിൽ നിന്ന് 32,000 പോയിട്ടുള്ളൂ. അതായത് ബാങ്കിൽ 32,000 കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഒരു 48,000 രൂപ എക്സസ് ആയിട്ട് ബാങ്കിൽ കുറഞ്ഞിരിക്കുമല്ലേ? ബാങ്കിൽ 48,000 രൂപ കൂടിയിരിക്കുകയല്ല, ബാങ്കിൽ 48,000 കുറഞ്ഞിരിക്കുകയാണ്. ഇല്ല, അത്രയും കൂടി കുറഞ്ഞിരിക്കുകയാണ് ബാങ്കിൽ. അപ്പോൾ പാസ്ബുക്കിൽ 48,000 രൂപ കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആലോചിച്ചു, പാസ്ബുക്കിൽ 48,000 കുറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ 48,000 കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ 80,000 ചെക്ക് അവൻ കൊടുത്തു. അപ്പോൾ 80,000 പോയെന്ന് ചിന്തിച്ചു, പക്ഷേ 80,000 പോയിട്ടില്ല. പാസ്ബുക്കിൽ നിന്ന് 32 എടുത്തിട്ടുള്ളൂ. പാസ്ബുക്കിൽ അപ്പം 80% ആയിട്ടില്ല, 32 പൈസ പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പം ആലോചിച്ച് നോക്കുക, അപ്പോൾ ഇവിടെ എങ്ങനെ പറയും? 32,000 രൂപ ബാങ്കിൽ പ്രസൻറ്റ് പൈസ എടുത്തുള്ളൂ. അപ്പം 80,000 ഫുൾ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം 48,000 പാസ്ബുക്കിൽ കൂടിയിരിക്കുമല്ലേ? 48,000 ഫുള്ള് പോയിട്ടില്ലല്ലോ, കൂടിയിരിക്കുക. അപ്പം 48,000 ക്യാഷ് ബുക്കിൽ കുറഞ്ഞിരിക്കുക. 48,000 ക്യാഷ് ബുക്കിൽ കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആറ് ഭാഗത്ത് ചിന്തിക്കണം? ക്യാഷ് ബുക്കിൽ ഭാഗത്ത് ചിന്തിക്കണ്ടേ? ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത് കുറയ്ക്കണം. അതായത് ലെസ് നമ്മൾ എന്ത് ചെയ്തു? ചെക്ക് ഇഷ്യൂ ചെയ്തു, ബട്ട് നോട്ട് എന്ത്? പ്രസൻറ്റ്. ചെക്ക് ഇഷ്യൂ എത്ര പ്രസൻറ്റ് ചെയ്തിട്ടില്ല? 48,000 പ്രസൻറ്റ് ചെയ്യാത്തതുകൊണ്ട് 48,000 ബാങ്കിൽ കൂടി കിട്ടിക്കുകയാണ്. 48,000 ക്യാഷിൽ കുറഞ്ഞിരിക്കുകയാണ്. ക്യാഷിൽ ഫുള്ള് 48,000 കുറഞ്ഞിരിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ 48,000 കുറയ്ക്കണം. അടുത്തത്, ഷീ റിസീവ്ഡ് ചെക്ക്, ഒരു 5,000 രൂപയുടെ ചെക്ക് കിട്ടി. അത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ചെക്ക് കിട്ടി, ക്യാഷ് ബുക്കിൽ റെക്കോർഡ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ കൂടി കിടക്കുകയാണ്. പാസ്ബുക്ക് അത് ഫോർഗോട്ട് ദ ഡെപ്പോസിറ്റ്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്കിൽ കുറഞ്ഞിരിക്കുക. ചെക്ക് കിട്ടി, അപ്പോൾ ഞാൻ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ക്യാഷ് ബുക്ക് കൂടി. ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ മറന്നുപോയി. പുള്ളിക്കാരി മറന്നുപോയി. അപ്പോൾ എന്ത് സംഭവിക്കും? ബാങ്കിൽ കുറഞ്ഞിരിക്കുകയാണ്. ക്യാഷ് ബുക്ക് കൂടിയിരിക്കുകയാണ്. നമ്മൾ ആറ് ഭാഗത്ത് ചിന്തിക്കേണ്ടത്? ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്തല്ലേ? അപ്പോൾ അത് കൂടിയിരിക്കുമല്ലേ? അപ്പോൾ അത് കൂട്ടുക. എന്ത്? ചെക്ക് ഡെപ്പോസിറ്റഡ് അല്ലേ? ബട്ട് നോട്ട് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. ചെക്ക്
ഡെപ്പോസിറ്റ് അല്ലോ, ചെക്ക് കിട്ടിയില്ലേ? ചെക്ക് റിസീവ്ഡ്, ചെക്ക് ഫോർ ഗോ ടു ബാങ്ക് അല്ലേ? ചെക്ക് റിസീവ്ഡ് എന്താണ്? നോട്ട് ഡെപ്പോസിറ്റ് ബാങ്ക്, നോട്ട് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഈ ഒരു സിറ്റുവേഷൻ ചെക്ക് കിട്ടി അപ്പോൾ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തു. ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്കിൽ കുറഞ്ഞിടയ്ക്ക് ക്യാഷ് ബുക്ക് കൂടി കിടക്കുക. നമ്മൾ 6 ഭാഗത്ത് ചിന്തിക്കേണ്ട ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് കൂടിയിരിക്കില്ലേ? അപ്പോൾ 5000 കൂട്ടണം. 5000 അല്ലേ? 5000 കൂട്ടണം. ദാറ്റ്സ് ഇറ്റ്. അടുത്തെന്താ? എ ചെക്ക് 22,000 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷേ അത് ക്ലിയർ ചെയ്തിട്ടില്ല. ബാങ്ക് അത് ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ ഇവിടുന്ന് ചെക്ക് കിട്ടി, എൻ്റെ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തു. അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ചെക്ക് ബാങ്ക് ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്കിൽ കുറഞ്ഞിരിക്കുക, ക്യാഷ് ബുക്ക് കൂടിയിരിക്കുക. അപ്പോൾ എന്തിനാ കൂട്ടണം? അത് തന്നെ ആഡ് എന്ത്? ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് അത് എന്ത് ചെയ്തിട്ടില്ല? ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? കൂട്ടേണ്ടി വരും. ക്യാഷ് ബുക്ക് കൂടിയിരിക്കുമല്ലേ? ക്യാഷ് ബുക്ക് കൂടി നിൽക്കും, അപ്പോൾ എന്ത് കൂട്ടേണ്ടി വരും? നോട്ട് ക്ലിയർഡ് അല്ലേ? എത്രയാണ്? 22,000. ഓക്കെ. അടുത്തെന്താ? വീണ്ടും ചെക്ക് മിസ്റ്റർ ഗുപ്ത എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമർ ആയിരിക്കണം. എന്ത് ചെയ്തിട്ടുണ്ട്? ഡെപ്പോസിറ്റ് ഒരു 15,700 ഇൻ ഹെയർ ബാങ്ക് അക്കൗണ്ട്. അതായത് നർമ്മദ നാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഗുപ്ത എന്നയാൾ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്കിൽ കൂടി കിടക്കുമല്ലേ? 15,700 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. നമുക്ക് തരാനുള്ള കാശ് ഈ മിസ്റ്റർ ഗുപ്ത ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്കിൽ കൂടി കിടക്കുകയാണ്. ഓക്കെ. അത് എൻ്റെ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ല. ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്ക് കുറഞ്ഞിടക്കുക, പാസ് ബുക്ക് കൂടി കിടക്കുക. നമ്മൾ 6 ഭാഗത്ത് ചിന്തിക്കേണ്ടേ? പാസ് ബുക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ക്യാഷ് ബുക്ക് ഭാഗത്ത് ചിന്തിക്കണം. ക്യാഷ് ബുക്ക് കുറഞ്ഞിടക്കുമല്ലേ? അതുകൊണ്ട് കുറയ്ക്കണം. ചെക്ക് ഡെപ്പോസിറ്റ്, അതായത് എന്ത് സംഭവം? അത് ആക്ച്വലി എന്താണ്? ഡയറക്റ്റ് ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ കസ്റ്റമർ അല്ലേ? ഡയറക്റ്റ് ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ ആര്യയുടെ ഗുപ്ത ഇൻറ്റു ബാങ്ക് അക്കൗണ്ട് ഇത്ര ഒന്നും എഴുതണ്ട, ഇൻറ്റു ബാങ്ക് അക്കൗണ്ട് ബട്ട് നോട്ട് റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. നോട്ട് റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്ക് കുറഞ്ഞെടുക്കുകയാണ്. എത്ര രൂപ? ഒരു 15,700 കുറഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറയ്ക്കേണ്ടി വരും. 15,700 കുറയ്ക്കേണ്ടി വരും. ദാറ്റ്സ് ഇറ്റ്. അടുത്തെന്താ? ബാങ്ക് ക്രെഡിറ്റഡ്. ബാക്കി വായിക്കണോ? ബാങ്ക് ക്രെഡിറ്റ് വെച്ചാൽ എന്താ? ബാങ്കിൽ കൂടി ബാങ്ക് ഇൻട്രസ്റ്റ് വന്നു. അപ്പം എത്ര? 10,500. അപ്പോൾ ബാങ്കിൽ കൂടി കിടക്കുകയാണ്. അത് ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിൽ കുറഞ്ഞെടുക്കുമായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യണം? കുറയ്ക്കേണ്ടി വരും. ലെസ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് കുറഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ബാങ്കിൽ എത്രയാണ്? 1,500 ക്യാഷ് ബുക്ക് കുറഞ്ഞെടുക്കുകയാണ്. 1,500. അടുത്തത് ശ്രദ്ധിക്കുക. ബാങ്ക് ചാർജ്. ബാങ്ക് 250 ചാർജ്. അപ്പോൾ ബാങ്ക് ചാർജ് കേൾക്കുമ്പോൾ ബാങ്കിൽ കുറഞ്ഞ്, അത് ക്യാഷ് ബുക്ക് റെക്കോർഡ് കാണത്തില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ കൂടി കിടക്കുകയാണ്. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്തിൽ ചിന്തിക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? കൂട്ടണം. ആഡ് ബാങ്ക് ചാർജസ് എത്രയാണ്? 250. ഇനി നമുക്ക് നോക്കാം ഫൈനൽ ആൻസർ. ഫൈനൽ ആൻസർ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിലെ എമൗണ്ട് കിട്ടും. എങ്ങനെ കിട്ടും നോക്കാം. അതായത് ശ്രദ്ധിക്കുക, ഈ 1,50,000 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 1,50,000 കൂടെ ഇത് മൈനസ് അല്ലേ? അപ്പോൾ ഇത് മൈനസ് ചെയ്യുക. മൈനസ് അടുത്തത് രണ്ടും പ്ലസ് അല്ലേ? അടുത്തത് പ്ലസ്. ഈ 5,000 രൂപ ആഡ് ചെയ്യണം. എന്നിട്ട് അടുത്തതും ആഡ് ചെയ്യണം. 22,000 ആഡ് ചെയ്യണം. പിന്നെ 15,700 ലെസ് ചെയ്യണം. അപ്പോൾ 15,700 ലെസ് ചെയ്യണം. അടുത്തതും 1,500 ലെസ് ചെയ്യണം. എന്നിട്ട് ലാസ്റ്റിലത്തെ 250 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 1,12,050 കിട്ടില്ലേ? അതല്ലേ അടക്കുന്ന ആൻസർ. കണ്ടോ? ക്യാഷ് ബുക്കിലെ ബാലൻസ് 1,12,050 കിട്ടിയില്ലേ? 1,12,050. ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ഉള്ളൂ. ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്ത പാസ്ബുക്ക് വെച്ച് ചിന്തിക്കുക. ഇവിടെ ഫസ്റ്റിലത്തെ കേസ് കുറച്ച് ഡൗട്ട് എന്ന് വെച്ചാൽ
80,000 ഡെപ്പോസിറ്റ് ചെയ്ത് പക്ഷെ 48% ആയിട്ടുള്ളൂ. അപ്പോൾ 32% ആയിട്ടുള്ളൂ. അപ്പോൾ 48 ഇപ്പോഴും ബാങ്കിൽ കൂടിക്കിടക്കുകയാണ്. ക്യാഷ് ബുക്കിൽ 48 കുറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ചിന്തിക്കുമ്പോൾ കുറഞ്ഞു കിടക്കുക. അപ്പോൾ എത്ര രൂപ? 48. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ അല്ലേ? ആ ഡിഫറൻസ് വരുന്നത് മാത്രം എഴുതിയാൽ മതി. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്താൽ പാസ് ബുക്കിൽ ചിന്തിക്കുക, പാസ് ബുക്ക് സ്റ്റാർട്ട് ചെയ്താൽ ക്യാഷ് ബുക്കിൽ ചിന്തിക്കുക. ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് വേണം ചെയ്തു പോകാൻ. പെട്ടെന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ഓവർ ഡ്രാഫ്റ്റ് സിറ്റുവേഷൻ നോക്കാം. ഓവർ ഡ്രാഫ്റ്റ്, അതായത് എന്താ? അൺഫേവറബിൾ ബാലൻസ്. നമ്മളൊരു പൈസ പിൻവലിച്ചപ്പം ബാങ്കിലെ ബാലൻസ് എന്തുമായിട്ട് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് മാറി. ഇപ്പോൾ ഡ്രാഫ്റ്റിൽ നിന്നും ഓവർ ഡ്രാഫ്റ്റോട്ട് മാറി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ ചെയ്യും? എങ്ങനെ അക്കൗണ്ട് ചെയ്യും? ഒന്നുമില്ല. അത് എങ്ങനെ മനസ്സിലാവും? ഓവർ ഡ്രാഫ്റ്റ് എന്ന് എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്യാഷ് ബുക്ക് ഫേവറബിൾ ബാലൻസ് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അത് എന്താ? ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയെന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയി, ക്രെഡിറ്റ് സൈഡ് കൂടി എന്ന് പറയുമ്പോൾ എന്താണ്? അൺഫേവർ ആണ്, ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് മാറി. പാസ്ബുക്കിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്താണ്? ഫേവർ ആണ്. പാസ്ബുക്കിൻ്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആയെന്ന് പറയുമ്പോൾ എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് മാറി. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? നോർമലിൻ്റെ ഓപ്പോസിറ്റ്. നോർമൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് പലരും പല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ ഞാൻ ചെയ്തു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, ആലോചിച്ചു, ചെക്ക് ഇഷ്യൂ ചെയ്ത് അപ്പോൾ ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ പഠിച്ചത് ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക, പാസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക. ഓക്കെ, ചെക്ക് ഞാൻ ഇഷ്യൂ ചെയ്ത് ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കറിയാം ചെക്ക് ഇഷ്യൂ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ചെക്ക് ഒരുത്തിന് കൊടുത്ത് അപ്പോൾ ഇതൊരു ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, ബാങ്കിൽ കൂടിക്കിടക്കുക, ക്യാഷ് ബുക്കിൽ കുറഞ്ഞു കിടക്കും. ഇതില്ലേ നോർമൽ? ഈ നോർമലിൻ്റെ ഓപ്പോസിറ്റ് വരും എന്ന് വെച്ചാൽ എങ്ങനെ വരും? നോർമൽ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരും. ചെക്ക് ഇഷ്യൂ ചെയ്തു, ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, നമുക്കറിയാം ബാങ്കിൽ കൂടിക്കിടക്കുക, ക്യാഷ് ബുക്കിൽ കുറഞ്ഞു കിടക്കുക അല്ലേ? ഓക്കെ, ഞാൻ ഇത് അല്ലാതെ തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഓവർ ഡ്രാഫ്റ്റിൻ്റെ കേസ് വരാൻ നേരത്ത് ഓവർ ഡ്രാഫ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഓവർ ഡ്രാഫ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഇത് രണ്ടും എങ്ങനെ വരും? അതായത് നോക്കാം. ഇപ്പോൾ നോർമലി നമുക്കറിയാം ചെക്ക് ഇഷ്യൂ ചെയ്ത് ഇതൊരു പ്രസൻറ്റ് ചെയ്തു, അപ്പോൾ അത് സംഭവിക്കും ബാങ്കിൽ കൂടിക്കിടക്കുകയാണ്, ക്യാഷിൽ കുറഞ്ഞു കിടക്കുകയാണ്. ഓവർ ഡ്രാഫ്റ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. നോർമലിൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമുക്കറിയാം പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കണം. ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്താൽ പാസ്ബുക്കിൻ്റെ ഭാഗത്തും, പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്താൽ ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്തും. ഇപ്പോൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റ് ഫോർ പേയ്മെൻറ്റ്. നമുക്കറിയാം എന്താണ്? ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പാസ്ബുക്കിലാണ് ചിന്തിക്കുക, ചെക്ക് ഇഷ്യൂ ചെയ്ത് പ്രസൻറ്റ് ചെയ്ത ബാങ്കിൽ കൂടിക്കിടക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓവർ ഡ്രാഫ്റ്റ് ആണ് എന്ത് ചെയ്യണം? അതും കുറച്ച് കൊടുക്കുക. നോർമൽ അക്കൗണ്ട് ഓപ്പോസിറ്റ്. തിരിച്ച് ചെക്ക് ഇഷ്യൂ ചെയ്ത് ഇതുവരെ പ്രസൻറ്റ് ചെയ്തിട്ടേ ഇല്ല, അപ്പോൾ ബാങ്കിൽ നോർമലാണെങ്കിൽ ബാങ്കിൽ കൂടിക്കിടക്കും, ക്യാഷിൽ കുറഞ്ഞു കിടക്കുമല്ലേ? ഓവർ ഡ്രാഫ്റ്റ് ആണ് എന്ത് ചെയ്യുക? കൂട്ടുക. നോർമൽ അക്കൗണ്ടിൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുക, എന്നാൽ പിന്നെ ചെക്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ആ ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിച്ചാൽ പോരെ, അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുക. അങ്ങനെയും ചെയ്യാം. ഞാൻ ചെയ്തത് ഇപ്പോൾ ഇവിടെ ചെക്ക് ഇഷ്യൂ ചെയ്ത് ബട്ട് പ്രസൻറ്റ്, അപ്പോൾ ആലോചിക്കുക, ചെക്ക് കൊടുത്ത് ഇതുവരെ പ്രസൻറ്റ് ചെയ്തിട്ടേ ഇല്ല. ഇപ്പോൾ നോർമൽ എന്താ? ബാങ്കിൽ കൂടിക്കിടക്കുക, ക്യാഷിൽ കുറഞ്ഞ് കിടക്കുക. അപ്പോൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കണം, പാസ്ബുക്കിൽ കൂടിക്കിടക്കുമല്ലേ? ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് കുറയ്ക്കണം. തിരിച്ച് ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ഇപ്പോൾ തിരിച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പാസ്ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ക്യാഷ് ബുക്കിൽ കുറഞ്ഞ് കിടക്കുമല്ലേ? തിരിച്ച് കൂട്ടണം. അപ്പോൾ ഓരോ നമുക്ക് ആലോചിച്ച് നോക്കിയേ. ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ബാങ്ക് കളക്ട് ചെയ്ത്, ബാങ്ക് ക്രെഡിറ്റ് ചെയ്ത്, അപ്പോൾ നോർമലി ബാങ്കിൽ കൂടിക്കിടക്കും, ക്യാഷ് ബുക്കിൽ കുറഞ്ഞ് കിടക്കും അല്ലേ? ഓവർ ഡ്രാഫ്റ്റ് ആണ് ഇത് ഓപ്പോസിറ്റ് ആവും. ഇപ്പോൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പാസ്ബുക്കിനാണ് ചിന്തിക്കുക, പാസ്ബുക്കിൽ കൂടിക്കിടക്കുമല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്ക് എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം. ഇനി പാസ്ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ക്യാഷ് ബുക്കിനാണ് ചിന്തിക്കുമ്പോൾ സംഭവിക്കും, കുറഞ്ഞ് കിടക്കുമല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? അത് കൂട്ടണം. നോർമലി ചിന്തിക്കുക എന്നിട്ട് ഓപ്പോസിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ എന്താണ് അടുത്ത? കസ്റ്റമർ നമുക്ക് തരാനുള്ള കാശ് ബാങ്കിൽ ഡെപ്പോസിറ്റ്. അപ്പോൾ നോർമൽ ആലോചിച്ച് നോക്കുക, ബാങ്കിൽ കൂടിക്കിടക്കുക, ക്യാഷിൽ കുറഞ്ഞ് കിടക്കുക. ഈ ക്യാഷ് സ്റ്റാർട്ട് വിത്ത് എന്ത്? ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പാസ്ബുക്കിനാണ് ചിന്തിക്കുക, പാസ്ബുക്കിൽ കൂടിക്കിടക്കുമല്ലേ നോർമലി? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓവർ ഡ്രാഫ്റ്റിന് എന്ത് ചെയ്യണം? അതങ്ങ് കുറയ്ക്കണം. ഓക്കെ, ഇനി പാസ്ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലോ ക്യാഷ് ബുക്ക് കുറഞ്ഞ് കിടക്കുമല്ലേ? ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൂട്ടണം. നോർമലി ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ. അടുത്തത് ബാങ്ക് ചാർജ്. നമുക്കറിയാം ബാങ്ക് ചാർജ് കേൾക്കുമ്പോൾ ബാങ്കിൽ കുറഞ്ഞ് കിടക്കുക, ക്യാഷ് ബുക്കിൽ കൂടി കിടക്കുക. ഇറ്റ്സ് എ നോർമൽ. ഇനി ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ക്യാഷ് ബുക്കിലാണ് ഓവർ ഡ്രാഫ്റ്റ് വിത്ത് ക്യാഷ് ബുക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പാസ്ബുക്ക് ചിന്തിക്കുമ്പോൾ കുറഞ്ഞ് കിടക്കുമല്ലേ? നമ്മളതിനെ കൂട്ടണം.
നമ്മൾ എന്ത് ചെയ്യണം, അത് കൂട്ടേണ്ടി വരും. ഓക്കെ, തിരിച്ചാണെങ്കിലോ അത് കുറയ്ക്കേണ്ടി വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പം അങ്ങനെ നോർമൽ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ കേസും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇത് ഫുള്ളും ബാക്കിയോട് പറയാം. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഒരുപാട് പൈസ പിൻവലിച്ച് ബാങ്ക് പൈസ പിടിച്ചു. ഇപ്പോൾ ബാങ്കിൽ കുറഞ്ഞടക്കുവാണ്, ക്യാഷ് കൂടി കിടക്കുവാണ്. ഇറ്റ്സ് എ നോർമൽ. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിലോ, ഇപ്പോൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പാസ്ബുക്കിന് ഭാഗത്ത് കുറഞ്ഞടക്കുമല്ലേ, നമ്മൾ എന്ത് ചെയ്യുക, അത് കൂട്ടുക. ഇവിടെ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, അടുത്തത് ചെക്ക് ഡെപ്പോസിറ്റ് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. ചെക്ക് ഡെപ്പോസിറ്റ് ക്ലിയർ, അപ്പോൾ ബാങ്കിൽ കുറഞ്ഞെടുക്കുക, ക്യാഷ് ബുക്കിൽ കൂടി കിടക്കുക. ഇറ്റ്സ് എ നോർമൽ. ഇനി ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ, ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ കുറഞ്ഞെടുക്കില്ല, നമ്മൾ എന്ത് ചെയ്യണം, അത് ആഡ് ചെയ്യണം. അതായത് ലൈബിലിറ്റി കൂടുന്നു എന്ന രീതിയിൽ ആഡ് ചെയ്യും. പിന്നെന്താണ്, ഇവിടെ കുറയ്ക്കും. അടുത്തെന്താ, ചെക്ക് ഡിസ്കൗണ്ട് കേൾക്കുമ്പോൾ എനിക്കറിയാം ബാങ്കിൽ കുറഞ്ഞ് ക്യാഷ് ബുക്ക് കൂടി കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് കുറഞ്ഞെടുക്കില്ല, നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം, ഓവർ ഡ്രാഫ്റ്റിന് തിരിച്ചെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അടുത്തത് ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബാങ്ക്. പേയ്മെൻറ്റ്സ് ഒക്കെ ബാങ്ക് വഴി പോയി, ബാങ്കിൽ കുറഞ്ഞെടുക്കുകയാണ്, ക്യാഷ് ബുക്കിൽ കൂടിയിരിക്കുകയാണ്. ഓവർ ഡ്രാഫ്റ്റാണ് തിരിച്ച് എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ബാങ്കിൽ കുറഞ്ഞിരിക്കില്ല, തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ കുറയ്ക്കുക. നിങ്ങളിത് വേറൊരു ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ, പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് വന്ന് ചിന്തിച്ചാലും മതി. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആലോചിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണിത് ചെയ്ത് നമുക്ക് ഡീറ്റെയിലായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോബ്ലം ചിന്തിച്ചുകൊണ്ട് ക്ലാരിറ്റി കിട്ടും. ഇത്രേ ഉള്ളൂ. ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്താൽ പാസ്ബുക്കിലാണ് ചിന്തിക്കുക, ഓപ്പോസിറ്റ് ചെയ്യുക. പാസ്ബുക്കിൽ നോർമൽ ചിന്തിക്കുക, ഓപ്പോസിറ്റ് ചെയ്യുക. ഇനി പാസ്ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ക്യാഷ് ബുക്കിലാണ് ചിന്തിക്കുക. കൂടി കിടക്കുവാണെങ്കിൽ കുറയ്ക്കുക, കുറഞ്ഞു കിടക്കുവാണെങ്കിൽ കൂട്ടുക. നോർമലിൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പോൾ നമ്മൾ പഠിച്ച 2 ക്വസ്റ്റ്യൻ നോർമൽ അല്ലേ, ഫേവറബിൾ അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓവർ ഡ്രാഫ്റ്റിലാണെങ്കിൽ ഇപ്പം ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യും, വിത്ത് ഓവർ ഡ്രാഫ്റ്റോട് ചേർത്ത് സ്റ്റാർട്ട് ചെയ്യും. പാസ്ബുക്കിൻ്റെ ഭാഗം ചിന്തിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ചെയ്യുക. കൂടി കിടക്കുവാണെങ്കിൽ കുറയ്ക്കുക, കുറഞ്ഞു കിടക്കുവാണെങ്കിൽ കൂട്ടുക. ഓക്കെ, ഈ ഒരു ഐഡിയയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമുക്കൊരു ഓവർ ഡ്രാഫ്റ്റിന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പം നല്ലൊരു ഐഡിയ കിട്ടും. ഇന്ന് നോക്കാം. ഫസ്റ്റ്, ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അസറ്റ് ഇൻ ദ ബാലൻസ് ദാറ്റ് വുഡ് അപ്പിയർ ഇൻ ദ ബാങ്ക് പാസ്ബുക്ക്. ഓക്കെ, പാസ്ബുക്കിൽ വരുന്ന എമൗണ്ട് കണ്ടുപിടിക്കണം. ആൻഡ് ദ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. നമ്മൾ പ്രിപ്പയർ ചെയ്ത ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിൽ, ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്. അതായത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മാറി എത്രയാണ്, 6340. അപ്പം ഇവിടെ ക്യാഷ് ബുക്ക് ഫേവറബിൾ അല്ല, അൺഫേവറബിൾ ആണ്, ലൈക്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക. പക്ഷേ ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക, ഓപ്പോസിറ്റ് ചെയ്യുക. കൂടി കിടക്കുവാണെങ്കിൽ കുറയ്ക്കുക, കുറഞ്ഞു കിടക്കുവാണെങ്കിൽ കൂട്ടുക. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക. നോർമലി എന്ത് സംഭവിക്കും അത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്തിനാണ്, ക്യാഷ് ബുക്കിലാണ്, വിത്ത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. എത്ര, 6340. അപ്പോൾ ഇവിടെ എഴുതാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എത്രയാ, ക്വസ്റ്റ്യൻ നമ്പർ 3 അല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ 3 ബാങ്ക് റീകൺസിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഏത് മന്താ, ഡിസംബർ ആട്ടോ. അപ്പോൾ ഇവിടെ 31 ഡിസംബറാണ്. ഓക്കെ, ഇയറിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വെറും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതാൻ പറ്റത്തില്ല. എന്ത് എഴുതേണ്ടി വരും, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതുക. ഓവർ ഡ്രാഫ്റ്റ് എത്രയാണ്, 6340. ഇനി ഓരോ സിറ്റുവേഷൻ ശ്രദ്ധിക്കുക, ഓരോ സിറ്റുവേഷനും നമ്മൾ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക, ഓപ്പോസിറ്റ് ചെയ്യുക. പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക, നമ്മൾ പഠിച്ച അങ്ങനെയല്ലേ, ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്താൽ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുന്നു, പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്താൽ ക്യാഷ് ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുന്നു. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എത്രയാണ്, 160. ഒരുപാട് പൈസ പിൻവലിച്ച് ബാങ്ക് ഇൻട്രസ്റ്റ് പിടിച്ചു. അപ്പോൾ ബാങ്കിൽ കുറഞ്ഞു കിടക്കുമല്ലേ, പാസ്ബുക്കിൽ കുറഞ്ഞു കിടക്കുമല്ലേ, ഓവർ ഡ്രാഫ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, ആഡ് എത്രയാണ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എത്രയാണ്, 160 രൂപ തിരിച്ച് ആഡ് ചെയ്യേണ്ടി വരും. നോർമലി ചിന്തിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് നമുക്കറിയാം, പാസ്ബുക്കിൽ ഒരുപാട് പൈസ പിൻവലിച്ചിട്ട് ബാങ്ക് പൈസ പിടിച്ചു, ബാങ്കിൽ കുറഞ്ഞു കിടക്കുകയാണ്. ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ തിരിച്ചും എന്ത് ചെയ്യുക,
അടുത്തത് നമുക്കറിയാം ബാങ്ക് ചാർജ് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്ത് സംഭവിക്കും, ബാങ്കിൽ കുറയും. ബാങ്കിൽ കുറഞ്ഞു കിടക്കുമല്ലേ, നമ്മൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്, പാസ്ബുക്കിലാണ് ചിന്തിക്കുമ്പോൾ കുറഞ്ഞു കിടക്കുവാണ്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക ബാങ്ക് ചാർജ്, ആഡ് ബാങ്ക് ചാർജസ്. എത്രയാണ് ബാങ്ക് ചാർജസ്? എത്രയാണ്? 400. അത്രയും കൂടി ലയബിലിറ്റി കൂടി എന്നാണ് അർത്ഥം. അടുത്ത ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ ഇതുവരെ ക്യാഷ് ആക്കിയിട്ടില്ല. ചെക്ക് ഇഷ്യൂ ചെയ്തു, ഇതുവരെ ക്യാഷ് ആക്കിയിട്ടില്ല. അപ്പോൾ ബാങ്കിൽ കൂടിക്കിടക്കുമല്ലേ, ബാങ്കിൽ അത്രയും എമൗണ്ട് കൂടിക്കിടക്കുവാണ്. അപ്പം അതായത് ഇപ്പം നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ക്യാഷ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇതുവരെ ക്യാഷ് ചെക്ക് നമ്മൾ കൊടുത്തു, പക്ഷേ 31 ഡിസംബറിനുള്ളിൽ തന്നെ നമ്മൾ ക്യാഷ് ആക്കിയിട്ടേ ഇല്ല. അപ്പോൾ അത്രയും എമൗണ്ട് ബാങ്കിൽ കൂടിക്കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ബാങ്കിൽ ചെക്ക് ഇതുവരെ പ്രസൻറ്റ് ചെയ്ത് പൈസ വിഡ്രോ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അത്രയും എമൗണ്ട് ബാലൻസ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കൂടിക്കിടക്കുമല്ലേ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ലെസ് എന്ത്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. എത്രയാണ്? 11,68,000. ഓക്കെ. അടുത്തെന്താ, ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് വെച്ചാൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷേ എന്ത് ചെയ്യുക, ചെക്ക് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം ചെക്ക് ക്ലിയർ ആയിട്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബാങ്കിൽ കുറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിൽ കുറഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കില്ല. അപ്പോൾ കുറഞ്ഞു കിടക്കുക, ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ തിരിച്ച് കൂട്ടണം. 20,17,000 കൂട്ടേണ്ടി വരും. അപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. ആൻഡ് ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് ക്ലിയർഡ്. ഓക്കെ. എത്രയാണ്? 22,17,000. ഓക്കെ. അടുത്തെന്താ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കളക്റ്റഡ് ബൈ ബാങ്ക് ആൻഡ് ക്രെഡിറ്റഡ്. ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു. ബാങ്ക് ക്രെഡിറ്റ് ചെയ്യാൻ വെച്ചാൽ ആലോചിച്ച് നോക്കിയേ, ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ബാങ്കിൽ കൂടിക്കിടക്കുമല്ലേ, നമ്മൾ കുറയ്ക്കുക എന്ന് വെച്ചാൽ അത്ര ലയബിലിറ്റി നമുക്ക് കുറഞ്ഞു നടത്താം. ബാങ്കിൽ കുറയ്ക്കുക, ബാങ്ക് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് ബാങ്കിൽ കൂടിക്കിടക്കുക. ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. 15 ലക്ഷം രൂപ കുറയ്ക്കുക. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്, ദാറ്റ്സ് ഇറ്റ്. എത്രയാണ്? 12 ലക്ഷം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത്രയും ചെയ്ത് നോക്കാം, എത്ര കിട്ടും. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് എത്ര കിട്ടും നോക്കാം. ഈ 6,340 കൂടെ ഇതെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം അല്ലേ. ഇത് ആഡ് ചെയ്തിട്ട് ഇതും ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് ആഡ് ചെയ്യാം, എങ്കിൽ ശരിയാവും. ഇത് ആഡ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇത് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ട് ലെസ് ചെയ്യാം. ഇത് ലെസ് ചെയ്തു. ദെൻ ഞാൻ ഇതും ലെസ് ചെയ്തു. ഓക്കെ. അപ്പോൾ എത്ര കിട്ടും? 1,41,000 ഒരു നെഗറ്റീവ് കിട്ടി. ആലോചിച്ച് നോക്ക്, നെഗറ്റീവാണ് കിട്ടിയത്. 1,41,100 എനിക്ക് നെഗറ്റീവാണ് കിട്ടിയത്. അപ്പം ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ശ്രദ്ധിക്കുക, ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫൈനൽ ആൻസർ എനിക്ക് പോസിറ്റീവ് തന്നെ കിട്ടുവാണെങ്കിൽ, അപ്പോൾ എന്താണത്, ഓവർ ഡ്രാഫ്റ്റിൽ സ്റ്റാർട്ട്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ, ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞുതരാം, ആസ് പെർ പാസ്ബുക്ക് നമ്മൾ എഴുതാം. ഓക്കെ. ഞാൻ ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഫൈനൽ ആൻസർ പോസിറ്റീവ് തന്നെ കിട്ടി ഓവർ ഡ്രാഫ്റ്റ്. പക്ഷേ ഫൈനൽ ആൻസർ മാറിയില്ലേ, നെഗറ്റീവായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പാസ്ബുക്ക് ഫേവറായിട്ട് മാറി. ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഫൈനൽ ആൻസർ പോസിറ്റീവ് തന്നെ വന്നു, അപ്പോൾ അത് ഓവർ ഡ്രാഫ്റ്റ് തന്നെയാണ്. പക്ഷേ ഫൈനൽ ആൻസർ ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പാസ്ബുക്ക് ഫേവറായിട്ട് മാറി. അപ്പോൾ ഇത് ഓവർ ഡ്രാഫ്റ്റ് അല്ല, ജസ്റ്റ് ബാലൻസ് ഓർ ഫേവറബിൾ ബാലൻസ് കേട്ടോ. ഫേവറബിൾ ബാലൻസ് ആസ് പെർ അല്ലെങ്കിൽ ബാലൻസ്
ഓർ ഫേവറബിൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആവും. ഇനി തിരിച്ച് ഞാൻ പറയാം, വേറൊരു കേസ് പറയാം. ഇപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചില്ലേ, ഇപ്പോൾ കണ്ട ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താണ്? ക്യാഷ് ബുക്ക് ബാലൻസ് പഠിച്ചു. ശ്രദ്ധിക്കുക, ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്തു, പാസ്ബുക്ക് ചെന്ന് അവസാനിച്ചു. പക്ഷേ പാസ്ബുക്കിൻ്റെ എമൗണ്ട് നെഗറ്റീവായിട്ട് മാറി. ഇത് നെഗറ്റീവായിട്ട് മാറി. നമ്മൾ ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്തു, ഫേവറബിൾ ബാലൻസ് സ്റ്റാർട്ട് ചെയ്തു, 2,40,000 സ്റ്റാർട്ട് ചെയ്തു. ഫൈനൽ ആൻസറും പോസിറ്റീവ് തന്നെ കിട്ടി. ഫൈനൽ ആൻസർ പോസിറ്റീവ് തന്നെ കിട്ടിയ. അപ്പോൾ ബാലൻസ് ആസ് പെർ എന്താണ്? പാസ്ബുക്ക് എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്, ഫേവറാണ്. ഞാൻ ഫേവറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? ഈ പാസ്ബുക്ക് എന്തുമായിട്ട് മാറും? ഓവർ ഡ്രാഫ്റ്റായിട്ട് മാറും. നമ്മൾ എന്തിലാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക? ഇറ്റ്സ് എ പോസിറ്റീവ്. ഫൈനൽ ആൻസറും പോസിറ്റീവ് ആണെങ്കിൽ അതേ ബാലൻസ് തന്നെ. ഓക്കെ, പക്ഷേ മാറുന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റായിട്ട് മാറും. അതായത് ഇപ്പോൾ ഞാൻ ക്യാഷ് ബുക്ക് ഫേവറിൽ സ്റ്റാർട്ട് ചെയ്തു, ഫൈനൽ ആൻസറും പോസിറ്റീവ് തന്നെ കിട്ടിയ പാസ്ബുക്ക് ഫേവർ തന്നെയാണ്. ഫൈനൽ ആൻസർ നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ടെങ്കിലോ എൻ്റെ പാസ്ബുക്കിലെ ബാലൻസ്, അപ്പോൾ ഞാൻ ഫേവറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തൊട്ട് മാറി? അൺഫേവറായിട്ട് മാറി, ഓവർ ഡ്രാഫ്റ്റായിട്ട് മാറി. ഇതുപോലെ തന്നെ ഇവിടെയും ഞാൻ പാസ്ബുക്കിൻ്റെ ബാലൻസ് സ്റ്റാർട്ട് ചെയ്തു, ഇറ്റ്സ് എ ഫേവറബിൾ ബാലൻസ്. ഫൈനൽ ആൻസർ പോസിറ്റീവ് തന്നെ കിട്ടി. അപ്പോൾ എന്താണ്? ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ഫേവറാണ്. ഇത് നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ടെങ്കിലോ ക്യാഷ് ബുക്ക് എന്തൊട്ട് മാറും? ഓവർ ഡ്രാഫ്റ്റായിട്ട് മാറും. തിരിച്ച് ഇവിടെ ക്യാഷ് ബുക്ക് എന്തിലാണ്? ഞാൻ ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ക്യാഷ് ബുക്ക് ആക്ച്വലി ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓവർ ഡ്രാഫ്റ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഫൈനൽ ആൻസർ എന്തൊട്ട് മാറി? അപ്പം പോസിറ്റീവ് തന്നെ വന്നിരുന്നെങ്കിൽ ഓക്കെ ഫേവറബിൾ ആണ്, ഓവർ ഡ്രാഫ്റ്റ് തന്നെയാണ്. ഇനി മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ്? പാസ്ബുക്കിലെ ബാലൻസ് ഫേവറാണ്. പാസ്ബുക്കിലെ ബാലൻസ് ഫേവറായിട്ട് മാറും. എന്തിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക? ഇപ്പോൾ ഇവിടെ പോസിറ്റീവ്, ഇത് എമൗണ്ട് തന്നെ 6,340 പോസിറ്റീവ് ബാലൻസ്. ഫൈനൽ ആൻസർ പോസിറ്റീവ് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓവർ ഡ്രാഫ്റ്റ് തന്നെയാണ്. എന്തിൽ സ്റ്റാർട്ട് ചെയ്ത് അത് തന്നെ നിൽക്കും. നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഫേവറായിട്ട് മാറും. ഇപ്പോൾ പോസിറ്റീവിൽ നിന്ന് ഇപ്പോൾ ഫേവറിൽ നിന്ന് ഇപ്പോൾ ഫേവറബിൾ ബാലൻസ് സ്റ്റാർട്ട് ചെയ്തു, ഫൈനൽ ആൻസർ നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എന്ത് മാറും? ഓവർ ഡ്രാഫ്റ്റായിട്ട് മാറും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഐഡിയ കിട്ടുമെന്ന് മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് നമുക്കൊന്ന് പഠിക്കേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക്. അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? അതായത് അറ്റ് ദ ടൈം ഓഫ് BRS, ബാങ്ക് റീകൺസിൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എന്തിനാണ് ഈ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാഷ് ബുക്കിലെ മിസ്റ്റേക്കും ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്തതും നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും ക്യാഷ് ബുക്കിൽ. അതാണ് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക്. എന്താണ്? ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്ത ഐറ്റംസും ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അത് റെക്കോർഡ് ചെയ്യണം. ഇവിടെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ക്യാഷ് ബുക്കിൻ്റെ മിസ്റ്റേക്ക് അത് നമ്മൾ തിരുത്തും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? BRS പ്രിപ്പയർ ചെയ്യും. അതാണെന്ത്? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷം BRS പ്രിപ്പയർ ചെയ്യാം. അതായത് ഈ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്ത ഐറ്റംസ് റെക്കോർഡ് ചെയ്യുക. എറേഴ്സ് ഉണ്ടെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ എറേഴ്സ് അത് ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ഇതിൻ്റെ ബാലൻസ് വെച്ചിട്ട് നമ്മൾ BRS പ്രിപ്പയർ ചെയ്യും. അതാണ് ആദ്യം അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് BRS നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് സിമ്പിളാണ്. ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്ത ഐറ്റംസും ക്യാഷ് ബുക്കിൻ്റെ മിസ്റ്റേക്ക് മാത്രം റെക്കോർഡ് ചെയ്യും. BRS പാസ്ബുക്കിൻ്റെ മിസ്റ്റേക്സോ പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്ത ഒന്നും ഇവിടെ റെക്കോർഡ് ചെയ്യത്തില്ല. അപ്പോൾ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് എന്താണ് റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ, ക്യാഷ് ബുക്കിൻ്റെ മിസ്റ്റേക്സ്, പിന്നെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്തത് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, പാസ്ബുക്കിൻ്റെ മിസ്റ്റേക്സ് അത് BRS, പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്തത് BRS. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യണത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഇത്രയും ട്രാൻസാക്ഷൻ കാണും. ഇതിനകത്ത് ഇത് ക്യാഷ് ബുക്കിൻ്റെ മിസ്റ്റേക്ക് ആണോ? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യുക. ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ലയോ? അത് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യുക. ഇത് പാസ്ബുക്ക് ബാങ്കിൻ്റെ മിസ്റ്റേക്കാണ്, അത് BRS പോവും. ബാങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, BRS പോവും. അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിതൊരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നോക്കാം. സിമ്പിളാണ്. നെക്സ്റ്റ് നമുക്കൊരു അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓൺ 13th September 2022, the bank account of X, according to the bank column of cash book. ഓക്കെ, അതായത് ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം ഓവർ ഡ്രോൺ എന്ന് വെച്ചാൽ ഓവർ ഡ്രാഫ്റ്റ് കിടക്കുകയാണ്. നമ്മുടെ ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് കിടക്കുക. എത്ര? 4,062, 4,062 ഓവർ ഡ്രാഫ്റ്റ് കിടക്കുകയാണ്. അപ്പോൾ ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് കിടക്കുകയാണ്. ഓൺ ദ സെയിം ഡേറ്റ് ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതേ ഡേറ്റിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. എത്ര? 20,758. അതായത് ഫേവറബിൾ ബാലൻസ് ആണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിറ്റ് ബാലൻസ് എന്താണ്? ഫേവറബിൾ ബാലൻസ് ആണ്. ഫേവറബിൾ. ഓക്കെ, ആൻഡ് എക്സാമിനേഷൻ ഓഫ് ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. കുറേ മിസ്റ്റേക്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കുറേ ഈ കാരണങ്ങൾ കാരണമാണ് രണ്ടിൻ്റെ ബാലൻസ് ഡിഫറൻസ് ആയത്. ഇവരെന്തോ പറഞ്ഞേക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അടുത്തെന്താണ്? അവർക്ക് എന്താ റിക്വയർഡ്? എന്താണ്? ടു ഷോ അപ്രോപ്രിയറ്റ് റെക്ടിഫിക്കേഷൻ റിക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്.
അങ്ങനെ പറയുവാണെങ്കിൽ അപ്രോപ്രിയേറ്റ് എന്ത് റെക്ടിഫിക്കേഷൻ റിക്വയർഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിൻ്റെ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക. അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ബുക്കിൻ്റെ മിസ്റ്റേക്സും ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത ഐറ്റവും നോക്കി റെക്കോർഡ് ചെയ്യുക. അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യുക. അതിൻ്റെ ബാലൻസ് വെച്ചിട്ട് വേണം എന്ത് പ്രിപ്പയർ ചെയ്യാൻ? BRS പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ടു പ്രിപ്പയർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കും വരയ്ക്കേണ്ടി വരും. പിന്നെന്താണ്? ഒരു BRS വരയ്ക്കേണ്ടി വരും. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരു അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് വരച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ക്യാഷ് ബുക്ക് അല്ലേ? ക്യാഷ് ബുക്കിലാണ് നമ്മൾ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് വരയ്ക്കുമ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എടുക്കത്തുള്ളൂ. ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ഓവർ ഡ്രാഫ്റ്റിലാണ് കിടക്കുന്നത്. ഓവർ ഡ്രാഫ്റ്റിലാണ്. അപ്പം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കുമോ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കുമോ? ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ഫേവർ ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസും ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ 4062 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റിൽ പോയിട്ട് ബൈ ബാലൻസ് ബ്രോ ഡൗൺ എഴുതുക. എത്രയാണ്? 4062. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ അത് എഴുതി. പിന്നെ ഇത് ഈ ബാലൻസിലേക്ക് എത്തണം. നമുക്ക് നോക്കാം. ഇനി ശ്രദ്ധിക്കുക. ഇനി ഓരോ ട്രാൻസാക്ഷൻ വായിക്കുമ്പോഴും ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്തതും ക്യാഷ് ബുക്കിൻ്റെ മിസ്റ്റേക്സ് മാത്രം എടുത്താൽ മതി. അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്തതും ക്യാഷ് ബുക്കിൻ്റെ മിസ്റ്റേക്സും. ഫസ്റ്റ് ഐറ്റം, ചെക്ക് ഒരു 13,14,000 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന 29 സെപ്റ്റംബറിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷേ ബാങ്ക് ക്രെഡിറ്റ് ചെയ്ത് 3 ഒക്ടോബറിലാണ്. അപ്പം ഞാൻ എവിടെ നിന്ന് എനിക്ക് ചെക്ക് കിട്ടി? അപ്പം ഞാൻ എൻ്റെ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്ത് കാണത്തില്ലേ? കിട്ടിയ ചെക്കാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. പക്ഷേ ബാങ്ക് ക്രെഡിറ്റ് ചെയ്ത് എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്തേക്കുന്നത്? 3 ഒക്ടോബറിൽ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ 13 സെപ്റ്റംബർ ഒരു ക്രെഡിറ്റ് ആയിട്ടേ ഇല്ല. അപ്പോൾ അത് ബാങ്കിൻ്റെ ഭാഗത്തുള്ളതല്ല. അപ്പോൾ അത് BRS ഐറ്റം അല്ലേ ഇത്? ഇവിടെ എന്തോ പഠിച്ചത് എന്താ? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണം. ക്യാഷ് ബുക്കിൻ്റെ മിസ്റ്റേക്സും അത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഇത് 13,14,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പം പക്ഷേ ബാങ്ക് അത് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ബാങ്കിൻ്റെ ഭാഗത്തുള്ളതല്ലേ? അപ്പോൾ അത് BRS ഐറ്റം അല്ലേ? പാസ്ബുക്കിൻ്റെ ഭാഗത്തുള്ളതല്ലേ? അപ്പോൾ ഇത് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് ഒന്നാമത്തത് BRS ഐറ്റമാണ്. ഓക്കെ, നെക്സ്റ്റ്. ശ്രദ്ധിക്കുക. അടുത്ത എ പേയ്മെൻറ്റ് ഓഫ് ചെക്ക്. ഒരു ചെക്ക് പേയ്മെൻറ്റ് കൊടുത്തു. ഓക്കെ, ഒരു 16,000 പേയ്മെൻറ്റ് കൊടുത്തു. പാർട്ടിക്ക് കൊടുത്തു കാണും. അത് ടോയ്സ് ഇൻ ദ ക്യാഷ് ബുക്ക് 2 വട്ടം റെക്കോർഡ് ചെയ്തു. എന്ന് പറയുമ്പോൾ ഒരു ക്യാഷ് ബുക്കിൻ്റെ റെസിപ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡാണ്. പേയ്മെൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ്. പേയ്മെൻറ്റ് സൈഡിൽ ഒരു ഫോർ എക്സ് ഒരു 16,000 രൂപ റെക്കോർഡ് ചെയ്തു. ഞാൻ വീണ്ടും ഒരു 16 റെക്കോർഡ് ചെയ്തു. അപ്പോൾ 2 റെക്കോർഡ്. അപ്പം ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡ് കൂടി കിടക്കുമല്ലേ? ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡ് ക്രെഡിറ്റ് കൂടി കിടക്കുമല്ലേ? അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. 16,000 ഡെബിറ്റ് ചെയ്താൽ പോരെ? ക്യാഷ് ബുക്കിൻ്റെ മിസ്റ്റേക്ക് അല്ലേ? അപ്പോൾ അത് ക്ലിയർ ചെയ്യണ്ടേ? 16,000 എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് കൊടുക്കുന്നവർക്ക് ഏതെങ്കിലും പാർട്ടിക്കോ ക്രെഡിറ്റേഴ്സിനോ ആയിരിക്കത്തില്ലേ? പാർട്ടി അക്കൗണ്ട്. അതായത് നമ്മുടെ പറയാം, എ പേയ്മെൻറ്റ് ഓഫ് ചെക്ക് 16,000 ഹാസ് ബീൻ എൻറ്റേർഡ് ഇൻ ദ ടോയ്സ് ഇൻ ദ ക്യാഷ് ബുക്ക്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇതാണ് ഇത് ക്യാഷ് ബുക്ക് വിചാരിക്കും. ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡ് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ്. റെസിപ്റ്റ് സൈഡ് പറയുമ്പോൾ ഡെബിറ്റ് സൈഡാണ്. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു 16,000 രൂപ പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. ഞാൻ ടോയ്സ് 2 വട്ടം റെക്കോർഡ് ചെയ്തു. അപ്പോൾ പേയ്മെൻറ്റ് സൈഡ് 2 വട്ടം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കൂടി കിടക്കുക. അപ്പോൾ അതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ 16,000 ഡെബിറ്റ് ചെയ്തേ പറ്റൂ. 2 പാർട്ടി അല്ലെങ്കിൽ 2 ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അത് ക്യാഷ് ബുക്കിൻ്റെ മിസ്റ്റേക്കാണ്. അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അടുത്തത് 29 സെപ്റ്റംബറിൽ ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു. ബാങ്ക് ക്രെഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ബാങ്കിൽ കൂടി എത്രയാണ്? 1,70,400 കസ്റ്റമറിന് കിട്ടിയ എമൗണ്ട് ബാങ്കിൽ വന്നു. അപ്പോൾ ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു. ബാങ്കിൽ അക്കൗണ്ട് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ അഡ്വൈസ് ഒന്നും എനിക്ക് കിട്ടിയതേ ഇല്ല. എപ്പോഴാണ്? 1 ഒക്ടോബറിൽ അത് കിട്ടിയിട്ടേ ഇല്ല. അപ്പം സംഭവിച്ചു കിടക്കുകയാണ്. കുറഞ്ഞു കിടക്കില്ല. ക്യാഷ് ബുക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടില്ലല്ലോ. പൈസ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ പൈസ കിട്ടിയല്ലേ? അപ്പോൾ റെസിപ്റ്റ് സൈഡ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പൈസ കിട്ടി ടു കസ്റ്റമർ അക്കൗണ്ട്. പൈസ കിട്ടിയല്ലേ? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു കസ്റ്റമർ എത്രയാണ്? 1,70,400. എന്താ ഡെബിറ്റ് ചെയ്ത് എന്തിനാ?
കിട്ടിയതല്ലേ, കിട്ടിയത് നമ്മൾ ബാങ്ക് അത് ക്രെഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. 1,70,400. ഓക്കെ. അടുത്തത് ബാങ്ക് ചാർജ്. ബാങ്ക് ചാർജ് നമുക്കറിയാം, ബാങ്ക് ചാർജ്. അപ്പോൾ ബാങ്ക് പൈസ പിടിച്ചിട്ടുണ്ട് 550 രൂപ. പക്ഷേ അത് ഈ നോട്ട് എൻട്രി എടുത്ത് ക്യാഷ് ബുക്ക് എൻട്രി ഇട്ട്, അപ്പോൾ എൻട്രി ചെയ്തേ പറ്റൂ. ആലോചിച്ച് ബാങ്ക് ചാർജ്. ബാങ്ക് ചാർജ് പറയുമ്പോൾ ബാങ്കിൽ പൈസ പോയോ, ബാങ്ക് പൈസ പിടിച്ച്. അപ്പോൾ പൈസ പിടിക്കുന്നതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്ക് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ഇവിടെ എൻ്റെ വ്യൂ പോയിന്റ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ക്യാഷ് കിട്ടി നല്ല ഡെബിറ്റ് ചെയ്യും, ക്യാഷ് പോകണമെല്ലാം ക്രെഡിറ്റ് ചെയ്യും. ബാങ്ക് ചാർജ് പൈസ പോയില്ലേ, ഇപ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, അപ്പോൾ റെക്കോർഡ് ചെയ്യണം. ബാങ്ക് ചാർജസ് 580. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഓൺ 6th സെപ്റ്റംബറിൽ ദ ബാങ്ക് ക്രെഡിറ്റ് 20,000. ബാങ്ക് ക്രെഡിറ്റ് ചെയ്ത്, ബാങ്ക് ഒരു 20,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്ത്, പക്ഷേ എററാണ്. അപ്പോൾ അത് മിസ്റ്റേക്കിൻ ക്യാഷ് ബുക്കാണോ, മിസ്റ്റേക്കിൻ പാസ്ബുക്കാണോ? മിസ്റ്റേക്കിൻ പാസ്ബുക്കാണ്. പാസ്ബുക്കിന് മിസ്റ്റേക്കൊക്കെ എവിടെയാണ് വരുന്നത്? BRS ഐറ്റം അല്ലേ. ഇത് നമ്മൾ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ക്യാഷ് ബുക്കിൻ്റെ മിസ്റ്റേക്കും ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത ഐറ്റംസും മാത്രം റെക്കോർഡ് ചെയ്തോളൂ. അപ്പോൾ 6th സെപ്റ്റംബറിൽ ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ക്രെഡിറ്റ് വെച്ച് ബാങ്കിൽ കൂടി, അത് എററാണ്. ഓക്കെ, അത് മിസ്റ്റേക്കിൻ പാസ്ബുക്കാണ്. അപ്പോൾ ഒന്നാമത്തെ ഐറ്റവും ഏതാണ്? 5ാമത്തെ ഐറ്റവും എന്താണ്? BRSൽ പോകേണ്ട ഐറ്റമാണ്. ഓക്കെ. അടുത്തത് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫോർ 1,40,000. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ട്. 1 lakh, അത് ബാങ്കിൽ കൂടി ഡിസ്കൗണ്ട് ചെയ്തു. പക്ഷേ ഡിസോണ്ടറായിപ്പോയി. ഡിസോണ്ടറായിപ്പോയി. അപ്പോൾ നോ എൻട്രി മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് എക്സ്. അതിന് എൻട്രി ഇട്ടില്ല. അപ്പം ആലോചിച്ച് നോക്ക്, നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണർ ആകുമ്പോൾ എൻട്രി എന്താ അറിയോ? ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണർ ആകുമ്പോൾ എൻട്രി ഞാൻ പറയാം. ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എൻട്രി ഞാൻ പറയാം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ബില്ല് റിസീവബിൾ എന്നല്ലേ? ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്നാണ് എൻട്രി വരിക. അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണ്ടർ ആയിക്കഴിഞ്ഞാൽ, വീണ്ടും ഡെപ്റ്റർ കൂടും, വീണ്ടും ഡെപ്റ്റേഴ്സ് കൂടും, വീണ്ടും അവന് ഡെപ്റ്ററായിട്ട് മാറും. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു. ഈ പൈസ കളക്ട് ചെയ്യാൻ ആർക്ക് കൊടുക്കേണ്ടി, അല്ലെങ്കിൽ ബാങ്ക് എൻ്റെ അക്കൗണ്ടിൽ പൈസ പിടിക്കും. ഡിസ്കൗണ്ട് ചെയ്ത ബിൽ ഡിസോണ്ടർ ആയിക്കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഡിസ്കൗണ്ടിങ് ബില്ല് ഡിസോണ്ടർ ആയിക്കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ്. ഡെപ്റ്റർ അല്ലെങ്കിൽ പാർട്ടി. ഓക്കെ, അല്ല സോറി, കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ ഇവിടെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്, ഡിസ്കൗണ്ട് ബിൽ ഡിസോണ്ടർ ആകുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത ബിൽ ഡിസോണ്ട് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ പൈസ പിടിക്കും. അപ്പോൾ ടു ബാങ്ക്. അപ്പോൾ അതിന് എൻട്രി കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എൻട്രി ഇട്ടില്ല. ഓക്കെ, എൻ്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പം ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? പൈസ പോകത്തില്ലേ? ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് ചെയ്യണം. എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ബൈ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യണം. പൈസ പോവും. എത്ര? 1,40,000. അതെന്താ ക്രെഡിറ്റ് ചെയ്യുന്നത്? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അല്ല. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇത് അഡ്ജസ്റ്റ് ക്യാഷ് ബുക്ക് അല്ല. ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഓക്കെ. അടുത്തത് എ ചെക്ക് ഇഷ്യൂഡ് അപ് ടു 30 ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ ഞാൻ എൻ്റെ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്ത് കാണും. പക്ഷേ അവൻ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകത്തുള്ളൂ. അപ്പം ഇത് BRS ഐറ്റമാണ്. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യും. പക്ഷേ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ക്യാഷ് പോയി റെക്കോർഡ് ചെയ്യും. ഇത് ബാങ്കിൽ പോയി പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ ബാങ്കിൽ റെക്കോർഡ് ആവത്തുള്ളൂ. അപ്പോൾ ഇത് എവിടുത്തെ ഐറ്റമാണ്? പാസ്ബുക്ക് ഐറ്റമാണ്. പാസ്ബുക്കിലാണ് റെക്കോർഡ്. അപ്പോൾ പാസ്ബുക്കിൽ കിട്ടിയിട്ടില്ല, ബാങ്കിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടുമ്പോഴേ ബാങ്ക് അത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ, ഡിഡക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണോ? വേണ്ട, റെക്കോർഡറാണ്. ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് BRS. അപ്പം 1, 5, 7 ഒന്നാമത്തതും 5ാമത്തതും പിന്നെ ഏതാണ്? 7ാമത്തതും BRS ഐറ്റമാണ്. ഓക്കെ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബാലൻസ് കിട്ടുമല്ലോ. ഏ സൈഡാണ് കൂടുതൽ? ക്രെഡിറ്റ് സൈഡല്ലേ കൂടുതൽ. ടോട്ടൽ എടുക്കുക എന്ന് പറയുമ്പം ഓക്കെ, ടോട്ടൽ എടുക്കുന്നു.
മൈനസ് എത്ര 11,242. ഓക്കെ, ക്യാരി ഡൗൺ. അതായത് ക്യാഷ് ബുക്ക് എന്ത് ബാലൻസായി? ഡെബിറ്റ് ബാലൻസ് അല്ല, ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡല്ലേ കൂടുതൽ, അപ്പോൾ ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് തന്നെയാണ്. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ എന്താണ്? ഡെബിറ്റ് ബാലൻസ് എന്ന് പറയും. ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ, ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്ത് പറയും? ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്ത്? ഫേവറബിൾ ബാലൻസ് ആണ്. അപ്പോൾ ഈ ബാലൻസ് വെച്ചിട്ട് വേണം നമ്മളെന്ത് പ്രിപ്പയർ ചെയ്യാൻ? BRS പ്രിപ്പയർ ചെയ്യാൻ. എങ്ങനെ BRS പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു BRS പ്രിപ്പയർ ചെയ്യാം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഡേറ്റ് എന്തോ വിഷയം ഉണ്ടെന്ന് തോന്നുന്നു. ഡേറ്റ് സെപ്റ്റംബറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 13th സെപ്റ്റംബർ ആണ് കേട്ടോ. 09/22. ഓക്കെ, BRS പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ ഈ ബാലൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുന്നു. ഇപ്പോൾ ക്യാഷ് ബുക്ക് എന്ത് ബാലൻസ്? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ, ലൈക്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ഓവർ ഡ്രാഫ്റ്റ് ഓർ എന്ത്? ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എത്രയാണ്? 11,242. ഇനി നമ്മൾ കുറച്ച് ഐറ്റംസ് റെക്കോർഡ് ചെയ്തല്ലോ. അപ്പം ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, വിത്ത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. ആരുടെ ഭാഗത്ത് ചിന്തിക്കണം? പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കണം. ഓവർ ഡ്രാഫ്റ്റ് അല്ലേ, പാസ്ബുക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക. കൂടി കിടക്കുവാണെങ്കിൽ കുറയ്ക്കുക, കുറഞ്ഞു കിടക്കുവാണെങ്കിൽ കൂട്ടുക. ഓക്കെ, ഈ ഒരു ഐഡിയ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒന്നാമത്തെ ഐറ്റം, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് പക്ഷെ ബാങ്ക് 13th സെപ്റ്റംബറിൽ ക്രെഡിറ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ബാങ്കിൽ കുറഞ്ഞു കിടക്കുമല്ലേ. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റാണ്, നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാം? ആഡ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്. അത് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. എത്രയാണ് ക്രെഡിറ്റ് ചെയ്യാതെ എമൗണ്ട് എത്രയാണ്? അപ്പോൾ തിരിച്ച് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. എത്രയാണ്? 13,14,000. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് എന്താണ്? അഞ്ചാമത്തെ ഐറ്റം അല്ലേ? ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു, എററാണ്. അപ്പോൾ ബാങ്ക് ക്രെഡിറ്റ് വെച്ചാൽ ബാങ്കിൽ കൂടി കിടക്കുമല്ലേ. ബാങ്ക് ഒരു അറിയാതെ ഒരു 20,000 രൂപ ഇട്ട് തന്നു, ക്രെഡിറ്റ് ചെയ്തു, കൂടിപ്പോയി, ബാങ്കിൽ കൂടി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. സത്യം പറഞ്ഞാൽ കൂട്ടണം. ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ പാസ്ബുക്ക് ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പാസ്ബുക്ക് ഭാഗത്ത് ചിന്തിക്കുമ്പം ബാങ്ക് റോങ് ക്രെഡിറ്റ് എന്തോ ആയിക്കോട്ടെ, പക്ഷേ ബാങ്കിൽ കൂടി കിടക്കുമല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പം ലെസ് റോങ് ക്രെഡിറ്റ് ബൈ ബാങ്ക് ക്രെഡിറ്റ് ബാങ്കിൽ കൂടി കിടക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക, 20,000 കുറയ്ക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ഐറ്റം കൂടി ഇല്ലേ? ചെക്ക് ഞാൻ ഇഷ്യൂ ചെയ്ത് ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ചിറക്കുക. ഇതുവരെ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ബാങ്കിൽ ചെക്കിൽ ഒരുത്തിന് കൊടുത്ത് അതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു എമൗണ്ട് ബാങ്കിൽ ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. ബാങ്കിൽ ഇപ്പോഴും എമൗണ്ട് കൂടി കിടക്കുക. നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 30,26,000. അപ്പോൾ അത് കുറയ്ക്കണം. എന്താ? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് കുറയ്ക്കണം. എത്ര? 13,26,000 കുറയ്ക്കണം. സോൾവ് നമുക്ക് എത്ര ഇട്ട് നോക്കാം. അതായത് ഈ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ 13,40,000 ആഡ് ചെയ്തിട്ട് ഇത് രണ്ട് ലെസ് ചെയ്യുന്നു അല്ലേ. ഇതും ലെസ് ചെയ്തു 20,000 നെഗറ്റീവിൽ കിട്ടി.
ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പോസിറ്റീവാണ്, ഓവർ ഡ്രാഫ്റ്റ് കിടക്കുകയാണ്. അപ്പോൾ ഫൈനൽ ആൻസർ പോസിറ്റീവ് തന്നെയാണെങ്കിൽ എന്ത് തന്നെ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് തന്നെ. പക്ഷെ നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ടല്ലോ, നെഗറ്റീവായിട്ട് മാറിയല്ലോ. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് ഫേവറബിൾ ആയിട്ട് മാറി. അപ്പോൾ എന്താ ഫേവറബിൾ ഓർ എന്ത് ക്രെഡിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ എന്ത് പാസ്ബുക്ക് ഇല്ലേ. ക്വസ്റ്റ്യൻ നോക്കി കണ്ടോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട് കണ്ടോ. ഓൺ ദ സെയിം ഡേറ്റ് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അത് ഫേവറാണ്. നമുക്ക് കിട്ടിയില്ലേ കണ്ടോ 20,258 കിട്ടിയില്ലേ. ഇപ്പം നിങ്ങൾ ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഒരു പോസിറ്റീവ് ഫിഗർ കിട്ടി, സ്റ്റാർട്ട് ചെയ്തു ഓവർ ഡ്രാഫ്റ്റ് ആണ് സ്റ്റാർട്ട്. ഫൈനൽ ആൻസർ പോസിറ്റീവ് തന്നെയാണെങ്കിൽ അത് ഓവർ ഡ്രാഫ്റ്റാണ്. ഫൈനൽ ആൻസർ നെഗറ്റീവായിട്ട് മാറ്റുണ്ടെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ചേഞ്ച് ആയി, എന്തൊട്ട് മാറി ഫേവറായിട്ട് മാറി എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക. അതായത് ആദ്യം അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യും, ദെൻ ആ കിട്ടിയ ബാലൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും, BRS പ്രിപ്പയർ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു, ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കേസ് പഠിച്ചു, പാസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കേസ് പഠിച്ചു, ഓവർ ഡ്രാഫ്റ്റ് പഠിച്ചു, അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പഠിച്ചു. അപ്പം അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ചെയ്യാൻ നേരത്ത് ക്യാഷ് ബുക്കിൻ്റെ മിസ്റ്റേക്കും ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്ത ഐറ്റംസ് മാത്രം വെച്ച് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ആ കിട്ടിയ ബാലൻസ് വെച്ചിട്ട് BRS പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഫൈനൽ എമൗണ്ട് പോസിറ്റീവ് തന്നെ ആയിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ഫിഗർ സ്റ്റാർട്ട് ചെയ്തു, പോസിറ്റീവ് തന്നെ ആയിരുന്നെങ്കിൽ എന്താണ് പാസ്ബുക്കും ഡെബിറ്റ് ബാലൻസ് ആണ്, അതായത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അത് നെഗറ്റീവായിട്ട് മാറ്റണമെങ്കിൽ എന്താണ് ഫേവറബിൾ ബാലൻസ് ആണ്, ഓപ്പോസിറ്റായിട്ട് മാറി. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഫേവറബിൾ ബാലൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫൈനൽ ആൻസർ പോസിറ്റീവ് തന്നെ ആണെങ്കിൽ ഫേവറാണ്, ഫൈനൽ ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് മാറി. ഇതിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, ഫൈനൽ ആൻസർ നെഗറ്റീവ് പോസിറ്റീവ് തന്നെ ആണെങ്കിൽ അത് അതേ ബാലൻസ് തന്നെ ഓവർ ഡ്രാഫ്റ്റ് തന്നെയാണ്. ഓപ്പോസിറ്റ് മാറുമെങ്കിൽ കോൺസെപ്റ്റ് മാറും. അതായത് ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫൈനൽ നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് ഫേവർ ആവും. ഫേവറിൽ സ്റ്റാർട്ട് ചെയ്ത് ഫൈനൽ ആൻസർ നെഗറ്റീവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓവർ ഡ്രാഫ്റ്റായിട്ട് മാറും. ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ.